നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് വളരെ അഭിഷേകത്തോടെ കർത്താവിന് കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ പുണ്യനാമത്തിന് വീണ്ടും സ്തോത്രവും സ്തുതിയും കരയേറ്റുന്നു. ധന്യമേറിയ ഈ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രിയിൽ ഈ ആറാമത്തെ സെക്ഷനിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടും ആലയത്തിലും അപ്പോൾ തന്നെ നമ്മുടെ കൂടെ ഓൺലൈനിലുമായിരിക്കുന്ന ദൈവജനത്തെ ഓർത്ത് വന്ദനമറിയും. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനമറിയിക്കുന്നു. സ്വർഗം ഐശ്വര്യമായിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മോട് കാണിച്ച കരുതന് 1000 നന്ദി കർത്താവിന് കരയേറ്റുന്നു. ദൈവം നമ്മോട് കാണിച്ച കരുനിമിത്തം പ്രാർത്ഥിക്കുവാനും ഉപവസിപ്പാനും ഒക്കെയുള്ള അവസരം ദൈവം നമുക്ക് ഒരുക്കി തന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഉച്ച കഴിഞ്ഞുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ നിരവധി വിഷയങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ വീണ്ടും ഇടുന്നയ്ക്കുവാൻ ഓരോ ദൈവമക്കളുടെ പേരുകൾ പറഞ്ഞ് തന്നെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് അവസരം ഒരുക്കി. അത് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു അന്തരീക്ഷമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച, ഞങ്ങൾക്ക് വേണ്ടി ഇടുമെന്ന ദൈവമക്കളെ വിശേഷാൽ ഹൃദയം തുറന്ന് നന്ദി കരയേറ്റുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മോൾ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തക്കവണ്ണം പറഞ്ഞു. പ്രത്യേകിച്ച് കുഞ്ഞിൻ്റെ ഒരു MDMA ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടെസ്റ്റിനെ ബന്ധപ്പെട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ എക്സാം നടന്നു. കൃപയാൽ ആ എക്സാമിൽ പാസ്സാകുവാൻ കർത്താവ് ആത്മാവിടെയാക്കി. പ്രാർത്ഥിച്ച ദൈവമക്കൾ വിശേഷാൽ നന്ദി കരയേറ്റുന്നു. ദൈവമക്കളുടെ വീണ്ടുമുള്ള പ്രാർത്ഥനകൾ അത്യാവശ്യമാണ്. അതുകൊണ്ട് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ അവിടെ ഫീസ് അടയ്ക്കേണ്ട കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ അതിൻ്റെ ഇൻവോയ്സ് അയച്ചു തന്നിട്ടുണ്ട്. നല്ലൊരു എമൗണ്ട് അതിനകത്ത് അടയ്ക്കണം. ഈ വരുന്ന തിങ്കളാഴ്ച അതിൻ്റെ എക്സാം ടൈമുകൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയങ്ങളാണ്. ദൈവം ആ കാര്യത്തിലും ദൈവത്തിൻ്റെ നീതി പുലർത്തുവാൻ ദൈവമക്കളുടെ വിലപ്പെട്ട പ്രാർത്ഥനയെ ആവശ്യപ്പെടുന്നു. ദൈവമക്കളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും വിശേഷാൽ സഹകരണങ്ങൾക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി കരയേറ്റിക്കൊണ്ട് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് നാം തിരഞ്ഞെടുത്തത് 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായവും 18-ാം അധ്യായവും 19-ാം അധ്യായവുമാണ്. എൻ്റെ 3 അധ്യായം എൻ്റെ അകത്ത് ദൈവാത്മാവ് തന്നു. അത് നമ്മൾ 18-ാമത്തെ അധ്യായം വരെയുള്ള ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകൾ നമ്മൾ ചിന്തിച്ച് അതിൽ നിന്നും ദൂതുകൾ പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിടെയാക്കി. ഇന്ന് നമ്മൾ 19-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം വായിച്ച ശേഷം ഞാൻ പുറകോട്ട് 18-ാം അധ്യായത്തിൽ കൂടി എനിക്ക് കയറിയെങ്കിൽ ആ 19-ാം അധ്യായത്തിന് ദൂത് പൂർത്തീകരണത്തിൽ എത്തിക്കുവാൻ കഴിയത്തുള്ളൂ. വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം പ്ലീസ്. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഒരു ചൂരച്ചെടിയുടെ തണലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി, യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു. നമുക്ക് ആ വചനത്തിന്റെ വെളിപ്പാട് വളരെ ഗൗരവത്തോടെ നമുക്ക് അറിയാവുന്ന ദൈവിക ദൂതുകളാണ്. 17-ാം അധ്യായത്തിനകത്ത് 3 അത്ഭുതം ചെയ്തു. 8 അത്ഭുതത്തിൽ 3 അത്ഭുതം 17-ാം അധ്യായത്തിലാണ് കർത്തൃദാസൻ ചെയ്ത സ്തോത്രം. ഇനി അതിൻ്റെ 4-ാമത്തെ അത്ഭുതം ചെയ്തത് 18-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യം നാം രാവിലെ വായിച്ചു. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ച് തോട്ടിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു. ജനമെല്ലാം അത് കണ്ട് കവിട് വീണു. യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവമെന്ന് പറഞ്ഞു. അത് തൻ്റെ അത്ഭുത പ്രവൃത്തിയുടെ 4-ാമത്തെ അത്ഭുതമാണ്. അടുത്ത് അതിൻ്റെ 5-ാമത്തെ അത്ഭുതം അതിൻ്റെ 18-ാമത്തെ അധ്യായത്തിൻ്റെ 45-ാമത്തെ വാക്യത്തിലാണ്. ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്ത് വൻമഴ പെയ്തു. ആഗാബ് രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിലും വന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ അവിടെ മുതൽ ശുശ്രൂഷിപ്പാൻ കർത്തൃനാമത്തിൽ ശരണപ്പെടുകയാണ്. അപ്പോൾ ആദ്യത്തെ 3 അത്ഭുതം 17-ാമത്തെ അധ്യായത്തിനകത്ത് കൊടുത്തിരിക്കുമ്പോൾ രണ്ടാമത്തെ അല്ലെങ്കിൽ 2 അത്ഭുതം 18-ാമത്തെ അധ്യായത്തിലാണ് കൊടുത്തിരിക്കുന്ന വാക്യം. അപ്പോൾ ഓർത്തോണം, 8 അത്ഭുതത്തിൽ
നമ്മളിപ്പോൾ 5 അത്ഭുതം 2 അധ്യായത്തിലുമായിട്ട് ചിന്തിച്ച് സ്തോത്രം. അപ്പോൾ ഒന്നാമത്തെ അത്ഭുതം നമുക്കറിയാം. ഒന്നാമത്തെ അത്ഭുതത്തിൻ്റെ വിശേഷതകൾ 17 അധ്യായത്തിൽ പറയുന്ന വാക്കാകുന്നു. ആകാശത്തിൻ്റെ ഉറവയെയും ആഴിയുടെ ഉറവയെയും സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുവാൻ ഒരു സാധാരണ അഡ്രസ് ഇല്ലാത്ത ഒരു ദൈവദാസനായ ഏലിയാവിൻ്റെ ശബ്ദത്തിന് ദൈവാത്മാവ് അധികാരത്തിൽ ശബ്ദം കൊടുപ്പാടിയാക്കി. രാവിലെ ചിന്തിച്ചു, അഡ്രസ് ഇല്ല എന്ന് പറഞ്ഞവന് ദൈവത്തിന് അധികാരം കൊടുത്ത് തികഞ്ഞ അഡ്രസ്സിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരുവാൻ ദൈവത്തിൽ പ്രസാദമായി തീർന്നു. അപ്പോൾ രണ്ടാമത്തെ അത്ഭുതം നമുക്കറിയാം. രണ്ടാമത്തെ അത്ഭുതം സാരാഫത്തിലെ വിധവയുടെ വീട്ടിൽ പോയിട്ട് ആ വീട്ടിൽ നിന്നും ചെറിയൊരു അട ഉണ്ടാക്കി ഭക്ഷിച്ച ശേഷം ആ വീട്ടിനെ മുഴുവനും അത്ഭുതം കൊണ്ട് നിറച്ച് വിശേഷമായി നന്മയാൽ നിറച്ചത് രണ്ടാമത്തെ അത്ഭുതമാണ്. 17 അധ്യായത്തിന് 22 വാക്യത്തിൽ മൂന്നാമത്തെ അത്ഭുതം യഹോവ ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ട് കുട്ടിയുടെ പ്രാണൻ, ഒരു കുഞ്ഞിൻ്റെ ജീവൻ, നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിൻ്റെ ജീവനെ സ്വർഗം മടക്കി അയച്ചു. അങ്ങനെ 3 അത്ഭുതം ആദ്യത്തെ 17 അധ്യായത്തിൽ കൊടുത്തിരിക്കുമ്പോൾ രണ്ടാമത്തെ അത്ഭുതമാണ് 450 പ്രവാചകൻ, ബാലിന്റെ പ്രവാചകന്മാര് നോക്കി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവാചകനെ ദൈവം ഉപയോഗിക്കുന്ന നിലവാരത്തിൽ ബാലിന്റെ പ്രവാചകന്മാർ രാവിലെ തുടങ്ങി ഉച്ചവരെ അവരുടെ ദേവന്മാരോട് നിലവിളിച്ചിട്ട് പോലെ അത്ഭുതം നടക്കാതിരിക്കുമ്പോൾ ദൈവം വളർത്തിക്കൊണ്ടുവന്ന ദൈവത്തിന്റെ പ്രവാചകൻ ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചപ്പോൾ തീയിറങ്ങി. അത് തന്റെ ജീവിതത്തിൽ 4ാമത്തെ അത്ഭുതമാണ്. കരമൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്യാം. പ്രൈസ് ഗോഡ്. ദൈവമക്കളൊന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ഗോഡ്. ഞാൻ ഒന്നുകൂടി പറയാം. അഡ്രസ് ഇല്ലാത്ത ഒരു ദൈവദാസനായ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഒരു അഭിഷക്തനായ ഈ കർത്തുദാസൻ ഗിലെയാദിലെ തിസ്പയിൽ നിന്നുള്ള തിസ്പ്യനായ ഏലിയാവ് എന്ന മാത്രം അഡ്രസ് ഉള്ള ഒരു മനുഷ്യന് ദൈവം അധികാരം കൊടുത്ത് അഭിഷേകം കൊടുത്ത് ദൈവം തികഞ്ഞ അത്ഭുതം ചെയ്യാൻ പ്രാപ്തനാക്കി തീർത്തപ്പോൾ ഒന്നാമത്തെ അത്ഭുതം തനിക്ക് മനസ്സിലായി, രണ്ടാമത്തെ അത്ഭുതം മനസ്സിലായി, മൂന്നാമത്തെ അത്ഭുതം മനസ്സിലായി, നാലാമത്തെ അത്ഭുതം 450 ബാലിന്റെ പ്രവാചകന്മാര് ആഗാബ് നോക്കി നിൽക്കുമ്പോൾ അസംഖ്യം ജനത്തിനുമ്പാകെ ദൈവം വളർത്തിക്കൊണ്ടുവന്ന ദൈവം അധികാരം കൊടുത്ത ദൈവത്തിന്റെ പ്രവാചകനെ കൊണ്ട് അത്ഭുതം ചെയ്തപ്പോൾ യഹോവ തന്നെ ദൈവമെന്ന് ബാലിന്റെ പ്രവാചകന്മാർ നാവ് കൊണ്ട് ദൈവം പറയിപ്പിച്ചു. ഞാനൊരു പ്രവചനം പറയട്ടെ. അവിടെ ദൈവം നമ്മെ അത്ഭുതം ചെയ്യാനാ വിളിച്ചത്. നാം അത്ഭുതം ചെയ്യുമ്പോൾ ഒരിക്കലും ദൈവത്തെ വിശ്വസിക്കാത്ത വ്യക്തികൾ ദൈവത്തെ വിശ്വസിച്ച് പറയും, നിങ്ങൾ സേവിക്കുന്ന ദൈവം തന്നെ സാക്ഷാൽ ദൈവം, നിങ്ങൾ സേവിക്കുന്ന ദൈവം തന്നെ സാക്ഷാൽ ദൈവം, നിങ്ങൾ സേവിക്കുന്ന ദൈവം തന്നെ സാക്ഷാൽ ദൈവമെന്ന് സ്വർഗം പറയിപ്പിക്കത്തക്ക നിലയിൽ തമ്പുരാന്റെ അത്ഭുതം അവിടെ ഇറങ്ങി വരും. ഈ 8ാം മാസത്തിൻ്റെ 1-ാം തീയതി രാത്രിയിൽ ഒരു പ്രാവശ്യം കൂടി പറയണം. നമ്മുടെ മിഷൻ, നമ്മുടെ ദൗത്യമാണ് യഹോവയെ യേശുവിനെ ആരാധിക്കത്തില്ല എന്ന് പറഞ്ഞവനെ കൊണ്ട് ദൈവത്തെ ആരാധിപ്പിക്കാൻ നമുക്ക് പറ്റണം. ഒരാമയം പറയാമോ? മനസ്സിലായെങ്കിൽ ഒരിക്കലും യേശുവിനെ ആരാധിക്കത്തില്ല എന്നും ഒരിക്കലും യേശുവിൻ്റെ മക്കളാ ജീവിക്കത്തില്ല എന്ന് പറഞ്ഞ വ്യക്തികളെ കൊണ്ട് തന്നെ സാക്ഷാൽ യേശു തന്നെ ദൈവമെന്ന് പറയിപ്പിക്കത്തക്കവണ്ണം ദൈവം നമ്മെ കൊണ്ട് ചില അത്ഭുതങ്ങൾ ചെയ്യിപ്പിക്കുമെന്ന് ഞാൻ ഇന്ന് രാത്രി പ്രവചിച്ചു പറഞ്ഞാൽ 2 കരവും അടിച്ച് സ്വീകരിക്കാൻ നിയോഗമുള്ളവർ ഈ ശിഷ്ടകാലത്ത് എന്നെ കൊണ്ട് ദൈവത്തിന്റെ അത്ഭുതം ചെയ്യിപ്പിക്കുമ്പോൾ യേശു തന്നെ ദൈവമെന്ന്, യേശു തന്നെ കർത്താവെന്ന്, യേശു തന്നെ സകലത്തിന് കാരണഭൂതനെന്ന് ജനത്തെ കൊണ്ട് പറയിപ്പിക്കത്തക്കവണ്ണം എന്നെ ദൈവം അവിടെ മുമ്പാകെ അത്ഭുതമാക്കി മാറ്റുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് സ്തോത്രം ചെയ്യണം. ചില തിരുത്തലുകൾ രാത്രി നമ്മെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. നമ്മെ കൊണ്ട് ചില അത്ഭുതങ്ങൾ ചെയ്യിപ്പിക്കാം. നമ്മൾ അഡ്രസ് ഇല്ലാത്തവരായിരിക്കാം, ആളും പേരും ഇല്ലാത്തവരായിരിക്കാം, കഴിവ് കെട്ടവരായിരിക്കാം, ചിലപ്പോൾ നമുക്ക് അജ്ഞാതമായ അന്തരീക്ഷം ജീവിക്കുന്നവരായിരിക്കാം. പക്ഷെ സ്വർഗം പറയുന്നു അവിടെ നടുവിൽ നമ്മെ അത്ഭുതം കൊണ്ട് തികഞ്ഞ അഡ്രസ് ഉള്ളവരാക്കി മാറ്റാൻ ദൈവത്തിന് ഹിതമാണ്. സ്തോത്രം. നിങ്ങൾ അത്ഭുതത്തിന്റെ ശബ്ദം മനസ്സിലാക്കണമേ. 5-ാമത്തെ
മൂന്നാമത്തെ അത്ഭുതം വായിക്കുമ്പോൾ ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കറുത്ത് വന്മഴ പെയ്തു. ആകാശം രഥം കയറി ഇസ്രായേലിലേക്ക് പോയി എന്ന യഹോവയുടെ കൈ ഏലിയാവിന് വന്നു. ആ വാക്കിന്റെ വെളിപ്പാട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ രാവിലെ ആ ചോദ്യം ചോദിച്ചു, യഹോവയുടെ കൈ മതിയോ ആഹാബിന്റെ രഥം വേണമോ? ജയ്സ് പറ, ഏത് വേണം? ഉണക്ക പറച്ചില്ല, അങ്ങനെ പറ. സ്തോത്രം, ഹല്ലേലൂയ എന്ന് പറയണം. ആഹാബ് രഥം ഭയങ്കര സവിശേഷ രഥമാണ്. ഒരു ഭാഗത്ത് 12 കുതിര, മറ്റൊരു ഭാഗത്ത് 12 കുതിര, സമം 24 കുതിര കൊണ്ട് കെട്ടപ്പെട്ട കുതിര. ഹോഴ്സ് പവർ, കുതിര ശക്തി നിമിത്തം മിന്നിട്ട് കൊണ്ട് കൊട്ടാരത്തെത്തി ആമെ സ്വസ്ഥമായി പാർക്കാൻ പറ്റുന്ന നിലവാരത്തിൽ മഴ പെയ്യാതെയും മറ്റു പ്രശ്നം അനുഭവിക്കാതെയും അതിവേഗത്തിൽ സഞ്ചരിക്കാൻ വേഗതയുള്ള ആഹാബ് രഥത്തിനകത്താണോ നമ്മെ പ്രവേശിക്കേണ്ടത്? അതിനേക്കാൾ അതിവേഗതയുള്ള യഹോവയുടെ കൈയാണ് വേണ്ടത്. എൻ്റെ ഇന്ന് രാത്രി ചോദ്യത്തോടെ ഞാൻ മെസ്സേജ് ആരംഭിക്കട്ടെ. കരമൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്യണം. ആഹാബിന്റെ വേഗത എന്ന് മനുഷ്യൻ പറയുന്ന, ആഹാബിന്റെ വേഗത എന്ന് ലോകം പറയുന്ന, ആഹാബ് രഥമെന്ന് ലോകം ചിത്രീകരിക്കുന്ന കേവലം 24 കുതിരയുള്ളതായ ആ രഥത്തിൽ കയറി ഭക്തൻ യാത്ര ചെയ്യണമോ? അതോ അവൻ ദൈവത്തിനെ വളർത്തിക്കൊണ്ടുവന്ന് ദൈവത്തിന് അധികാരം ഉപയോഗിപ്പാൻ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഏലിയാവിന് യഹോവയുടെ കൈ വേണമോ? ഇന്ന് രാത്രി ഏലിയാവ് പറയുക, എനിക്ക് യഹോവയുടെ കൈ മതി. ചിലപ്പോൾ ഏലിയാവ് മനുഷ്യനായതുകൊണ്ട് ഏലിയാവ് പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരിക്കുക 3.5 ആണ്ടിൽ മഴ പെയ്യാതെ വണ്ണ ദേശം വരണ്ട് വിണ്ടുകീറി കിടക്കുന്ന സ്ഥാനത്ത് എൻ്റെ പ്രാർത്ഥന നിമിത്തമാണ് ആമേ മഴ പെയ്തത് കൊണ്ട് എനിക്കൊരു ചെറിയ ഒരു ആമേ അംഗീകാരവും എനിക്ക് ചെറിയൊരു പ്രയോറിറ്റി തരുമെന്ന് മാനുഷ്യമായിട്ട് ആമേ സ്തോത്രം ഏലിയാവ് ചിന്തിച്ചു. പക്ഷേ ആമേ ഏലിയാവിന്റെ കാഴ്ചപ്പാടിനേക്കാൾ വിരോധമായിട്ടാണ് മൈൻഡ് ചെയ്തില്ല. ആകാവ് മൈൻഡ് ചെയ്തില്ല. നമ്മൾ രാവിലെ ചിന്തിച്ചു ആമേ സ്തോത്രം ദൈവത്തിന്റെ ഭക്തനായ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച വാക്കോർത്തനം. ഒബേദ്യാവ് ഇടനിലക്കാൻ എന്നുകൊണ്ട് ഏലിയാവ് ജീവിച്ചിരിക്കുന്നുവെന്നും ആഹാബിനെ കാണാൻ കൊതിയുണ്ടെന്നും പറയാത്തക്ക ഇടനിലക്കുന്ന ഓബേദ്യാവായിരുന്നു. ഓബേദ്യാവ് പറഞ്ഞപ്പോൾ തന്നെ ആഹാബ് ഏലിയാവിനെ കാണാമെന്നോ. എന്തിനെ കാണാമെന്നറിയാമോ? നീയാണ് പണ്ട് എന്നോട് പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യില്ല എന്ന് പറഞ്ഞ വാക്ക്. അതേ നിന്നെ കൊണ്ട് തന്നെ അത് പെയ്യിപ്പിക്കാൻ പറ്റും. അത് പറയാനാണ് ആഹാബ് ഓടിങ്ങോട്ട് വന്നത്. സ്തോത്രം. ആ പ്രാർത്ഥനയിലാണ് ഏലിയാവ് ഇരുന്നത്. ഏലിയാവ് ആ പ്രാർത്ഥന ഇരുന്നിട്ട്, നമുക്കറിയാം ഈ 2 മുട്ടിൻ്റെ ഇടയിൽ തൻ്റെ തല കുനിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ടാസ്ക്കാണ് അല്ലേ? ഇന്നാണെങ്കിൽ പറയുമായിരുന്നു പുള്ളി കക്ഷി യോഗ പഠിച്ച വ്യക്തിയാണെന്ന് പറയും. ഇന്നായിരുന്നുവെങ്കിൽ ഏലിയാവ് എന്ത് പഠിച്ചതായിരിക്കും? യോഗയുടെ ശീലിച്ചതായിരിക്കാം. പുള്ളി ഇങ്ങനെ യോഗ ശീലിച്ചോ? അല്ല, തനിക്ക് യോഗ അറിയത്തില്ല. യോഗ നമുക്ക് ഇപ്പോഴും അറിയാം. നമ്മുടെ കുഞ്ഞുകാലത്തൊന്നും യോഗ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടുമില്ല. അറിയേണ്ട ആവശ്യമില്ല, ഇനിയും വേണ്ട, അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ താൻ വില മുടക്കിയാണ് താൻ മഴ പെയ്യിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്. സ്തോത്രം. അപ്പോൾ എൻ്റെ ദൂത് അതല്ല എങ്കിലും തൻ്റെ പ്രാർത്ഥനയിലാണ് എന്ത് വന്നത്? കൈപ്പത്തിയുടെ, നിങ്ങൾ ആ വാക്ക് നോക്കിയേ. ആമേദാ അബേ 44-ാമത്തെ വാക്യം ജയിച്ച് വായിച്ചോ. 7-ാം പ്രാവശ്യമോ അവൻ അപ്പൊ എത്ര പ്രാവശ്യം കുനിഞ്ഞു? 7 പ്രാവശ്യം കുനിഞ്ഞു. ഓരോ പ്രാവശ്യം കുനിയും തോറും കടലിൽ പോയി നോക്കാൻ പറയും, വല്ല വ്യത്യാസം? ഒരു കുനിഞ്ഞു. നമ്മളാണെങ്കിൽ 2 കുനിഞ്ഞിട്ട് പറയും, പാസ് പണി നോക്ക് പാസ് എന്ന് പറയും അല്ലേ? പറയത്തില്ലേ? 1000 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, ഇനി പറയേണ്ട ആവശ്യമില്ല. സ്തോത്രം. പക്ഷെ ഏലിയാവ് ആ ലക്ഷ്യം പൂർത്തിയാക്കുന്നത് വരെ എത്ര പ്രാവശ്യം കുനിഞ്ഞാച്ചാ? അപ്പം ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ചാടി പറയണം എത്ര പ്രാവശ്യം? അല്ലെ പറയും, പാസ്റ്റ് എനിക്ക് മറന്നുപോയി, പാസ്റ്റ് ഞങ്ങൾ പറഞ്ഞോളം പറയരുത്. ഞാൻ ഓരോ വാക്ക് പറഞ്ഞിട്ട് ചോദിക്കുന്ന കാര്യം നിങ്ങളുടെ അകത്ത് കിടക്കണം. 7 ഒരു പ്രാർത്ഥനയുടെ ഒരു പൂർണ്ണതയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നാം കഴിഞ്ഞ 7 മാസവും ദൂതെടുത്തിട്ടുണ്ട്.
7 മാസവും നാം ഉപവസിച്ചിട്ടുണ്ട്. 7 മാസവും നമ്മൾ ദൈവസ്ഥനെ ആരാധിച്ചിട്ടുണ്ട്. 7 മാസവും ദൈവമെ കരഞ്ഞിട്ടുണ്ട്. 7 മാസം ദൈവമാകെ നിലവിളിച്ചിട്ടുണ്ട്. 7 മാസവും നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ 8ാമത്തെ മാസത്തിന്റെ ആരംഭ ദിവസം പരിശുദ്ധാത്മാ വിളിച്ചു വന്ന വാക്കാകുന്നു. ഒരു കൈപ്പറ്റിയുടെ ആ വാക്ക് നോക്ക്, 44ാമത്തെ വാക്യം. 7ാം പ്രാവശ്യമോ അവൻ ഇതാ കടലിൽ നിന്നൊരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, നീ ചെന്ന് ആഹാബിനോട് മഴ നിന്നെ തടുക്കാതിരിക്കാൻ രഥം പൂട്ടി ഇറങ്ങി പോക എന്ന് ബോധിപ്പിക്കുക. വെളിപ്പാട് ഓർത്താണ്. ആമേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. 7 പ്രാവശ്യവും ആമേ കുനിഞ്ഞ് ആമേ പ്രാർത്ഥിച്ച ഏലിയാവ് അത്ര ടാസ്കും അത്ര ടഫുമായിരുന്നു. ആ ടാസ്ക് ടഫുമായ ഏലിയാവ് അത്രയും പോരാടി പ്രാർത്ഥിച്ച് 7ാമത്തെ പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് പൊങ്ങിയിട്ട് പറഞ്ഞു, നോക്ക് അവ എന്ത് വ്യത്യാസം ചോദിച്ച പരവാക്കാകുന്നു. ഇതോ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ഞാൻ പ്രവചിക്കാൻ ആഗ്രഹിക്കുന്നു. ആമേ കുറച്ചു നാളുകളായി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു തണുപ്പ്, ഒരു ആശ്വാസം, ഒരു സ്വസ്ഥത, ഒരു വഴിക ദൈവാത്മാവ് അവൻ നമുക്ക് വേണ്ടി ദൈവാത്മ ഇതോ കരമടിച്ച വെളിപ്പാട് സ്വീകരിച്ചാട്ടെ. ഇതോ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, ഇതാ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, ഇതാ എന്റെ കരച്ചിന് മറുപടിയായി, എന്റെ ഉപവാസത്തിന് മറുപടിയായി. ഈ 7ാമത്തെ എഴുന്നേൽപ്പിൽ 8ാമത്തെ മാസം 1ാം രാത്രി പറയുന്നു, ഇതാ എന്റെ സഹോദരി, ഇതാ എന്റെ സഹോദര, ഇതാ എന്റെ മാതാവേ, എന്റെ പിതാവേ, കുഞ്ഞേ, അവൻ നിനക്ക് വേണ്ടി എന്റെ ദൈവം ഈ നാളുകളായി വരച്ച് അനുഭവിച്ച ജീവിതത്തിൽ നിന്ന്, അവൻ ശുഷ്കിച്ച അവസ്ഥയിൽ നിന്ന്, ശൂന്യത അനുഭവിച്ച മേഖലയിൽ നിന്ന് അവൻ നിനക്ക് വേണ്ടി ഒരു കൈ പോലെ ഒരു മേഘം പൊങ്ങി വരുന്നു. അത് ആത്മാവിൽ കണ്ടു കഴിഞ്ഞാൽ നൃത്തം ചവിട്ടാൻ മറക്കണ്ട, കൈയടിക്കാൻ മറക്കണ്ട, അന്യഭാഷ പറയാൻ മറക്കണ്ട. അത് നമ്മുടെ വിടുതൽ തന്നെയാണ്. അത് ഓരോ കുടുംബത്തെ വിടുതൽ തന്നെയാണ്. അത് കരമടിച്ച് സ്വീകരിച്ചു കർത്താവേ. ആ ഒരു മേഘം തീരാമാന 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 ഹത്കലകത്തി മണ്ടച്ചാല തീകൾ കേര വേദ വേദ. Praise God. എനിക്ക് ഈ വചനം പറയാൻ ആവേശം തോന്നുന്നത്, ആമേ ഈ വാസത്തിൻ്റെ ആമേ അവസാനത്തെ രാത്രി സെക്ഷനിൽ ചില നിയോഗങ്ങളും ചില വെളിപ്പാടുകളും അകത്ത് വന്ന് വീണു. കർത്താവ് ചില കൈവപ്പും ചില വിടുതലുകളും ചില ദൂതുകളും ദൈവാത്മാ തുറന്ന് അവകാശത്തെ വിശേഷത്തിലേക്ക് കാലെടുത്ത് വെച്ച് സഞ്ചരിക്കാൻ സമയമായത്. മാതാപിതാക്കളെ നിങ്ങൾ ഒരുങ്ങിക്കോ, യാത്രയ്ക്കായി ഒരുങ്ങിക്കോ, ആമേ വിടുതലിന് വേണ്ടി ഒരുങ്ങിക്കോ, അവകാശം മാർവ് ചേർത്ത് വയ്ക്കാൻ ഒരുങ്ങിക്കോ. അവൻ മറുപടി വന്നു കഴിഞ്ഞു, അതിൻ്റെ വിടുതൽ വന്നു കഴിഞ്ഞു. അവൻ്റെ 8ാം മാസം 1ാം രാത്രിയിൽ ആ ദൂത് സംസാരിക്കുന്നു. നിന്റെ ദൂത് വന്നു കഴിഞ്ഞു, ആ മറുപടി വന്നു കഴിഞ്ഞു, ആ വെളിപ്പാട് പറഞ്ഞ് മനസ്സിലാക്കി എടുത്തോ. എന്റെ അഭിഷേകക്ക് മറുപടി വന്നു കഴിഞ്ഞു, എന്റെ ജീവിതത്തിന് മറുപടി വന്നു കഴിഞ്ഞു, എന്റെ അത്ഭുതം വന്നു കഴിഞ്ഞു, എന്റെ വില മുടക്കിന്റെ മറുപടി വന്നു കഴിഞ്ഞു, അത്ഭുതം വന്നു കഴിഞ്ഞു, കരുന്നതിന് മറുപടി വന്നു കഴിഞ്ഞു, ഉയർച്ചയുടെ മറുപടി വന്നു കഴിഞ്ഞു, വന്നു കഴിഞ്ഞു കേട്ടോ. വന്നു കഴിഞ്ഞു, അഭിഷേകത്തിന്റെ മറുപടി വന്നു കഴിഞ്ഞു. കുറെ നാളുകൾ എക്സ്പെക്ട് ചെയ്ത, കുറെ നാളുകൾ കണ്ണിനോട് കരഞ്ഞ മറുപടി വന്നു കഴിഞ്ഞു. അവൻ നിലവിളിച്ചതിന്റെ നിലവിളി അന്തരീക്ഷം കളയണ്ട, അന്തരീക്ഷം കളയണ്ട, അന്തരീക്ഷം കളയണ്ട, അന്തരീക്ഷം കളയണ്ട. ചുടബാ ദിഗന ചകല ചകന ചുടബദ മദബദ 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 മദഗ ജഗന ചിടബദ മദനം ശബലബ ദിനബ ശബദബ ദിനജ ഉടബദ മദനം ശബദ ദിനജ ജനജ
ചിന്നജ വന്നു കഴിഞ്ഞു കൈ പോലെ ഒരു മേഘ ആമേ കാമി കഴിഞ്ഞ 7 പ്രാവശ്യം ആമേ മുട്ടുമേതിൽ കരഞ്ഞതും കഴിഞ്ഞ 7 പ്രാവശ്യം നിലവിളിച്ചത് കഴിഞ്ഞ 7 പ്രാവശ്യം വിലമുടക്കിയത് തെറ്റായി പോയില്ല ഏലിയാവിന്. ഈ രാത്രി മാതാവേ തെറ്റായി പോയില്ല, പിതാവേ തെറ്റായി പോയില്ല. അതിന് തക്ക മറുപടി ഇതാ ആമേ കൺമുമ്പിൽ കൈ പോലെ റിബനബശല ആമേ 7ാമത്തെ പ്രാവശ്യം കൈ പോലെ ഒരു ആമേ പൂർണ്ണത. Go, bo, 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 bo. Chala baba na sele kura bada ba shalada. Chalam dadam 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 chalabada ba chalam dada. Agam dadam chaladinam chalabada badina. Adam chalabada ba thunadala chale. Attunadiga chalabauda ba thunadana. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ തലമുറകളെ ഓർത്ത് കരഞ്ഞ് ആമേ കുടുംബത്തിന്റെ വിഷയങ്ങളെ ഓർത്ത് കരഞ്ഞ് ശൂന്യതയെ കണ്ട് ആമേ ഇല്ലായ്മയെ കണ്ട് ദൈവസന്നി നിലവിളിച്ച് എന്തായി എങ്ങനെയായി തിരുമെന്ന് ചോദ്യം ചോദിച്ച അതിന്റെ ചോദ്യത്തിന് തക്ക മറുപടിയാണ് ഇത് രാത്രി പ്രഖ്യാപിക്കുന്നത്. ഇതോ കൈ പോലൊരു മേഘ അബദബ ശബ്ദര ആമേ കൈ പോലൊരു മേഘ ആമേ മറുപടിയായി ഇതാ കൈ പോലൊരു മേഘ അടാ തുനാ ജഗച്ഛല ആമേ ഓടി വന്ന ആലയത്ത് വന്ന് കരഞ്ഞതും ആമേ ആകാരം മാറ്റിവെച്ച് അവ ഉപേക്ഷിച്ചതും സമയം കണ്ടെത്തി ആലയത്ത് വന്നതും ആമേ ഉത്സാഹത്തെ വില മുടക്കിയ അവയെ മറുപടി എന്നവണ്ണം ഇതോ നിനക്ക് വേണ്ടി തലമുറയ്ക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അത് കൈപ്പറ്റി പോലെ ആമേ കൈയുടെ പോലെ ഒരു മേഘ മറുപടിയാണ്. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രിയിൽ ആ മറുപടി വന്നതിനായി ഉപവാസത്തിന് മറുപടി വന്നു. എന്റെ പ്രാർത്ഥന ആരംഭത്തിൽ തന്നെ അവന്റെ കണ്ണീന്റെ ആരംഭത്തിൽ തന്നെ എന്റെ ഉപവാസത്തിന്റെ ആരംഭത്തിൽ തന്നെ എനിക്കൊരു ബദൽ വന്നു, ഒരു റിപ്ലൈ വന്നു, ഒരു മറുപടി വന്നു യേശുവിന്റെ നാമത്തിൽ. Praise God. വിശ്വസിക്കുന്നവർ മാത്രം ആ ദൂതന് മുമ്പാകെ ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ടെ, പോരെ വാ തുറന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എൻ്റെ ദൈവം ആർക്ക് കടക്കാരനല്ല. അവൻ നമ്മൾ കരഞ്ഞ പ്രാർത്ഥിച്ച സമസ്ത വിഷയത്തിനും അതിൻ്റെതായ തക്ക മറുപടി സ്വർഗത്തിലെ കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് വിശ്വസ്തതയാണ്. അപ്പോൾ 5ാമത്തേതാണ് ആമേ മഴ വന്നു. 5ാമത്തെ അത്ഭുതമാണ്. ഇനി നമുക്ക് 3 അത്ഭുതമുണ്ട്, അത് സംയോജിതമായിട്ട് അത് ചിന്തിക്കാം. അപ്പോൾ 45ാമത്തെ വാക്യത്തിൽ ക്ഷണത്തിൽ വായിച്ച വാക്യം ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്തു വൻമഴ പെയ്തു. ആഹാബ് രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. ആകാശം മേഘവും കാറ്റുകൊണ്ട് കറുത്ത് വൻമഴ. എത്ര വർഷം? 3.5 വർഷത്തെ വളർച്ചയ്ക്ക് ഒരു 7 പ്രാവശ്യമുള്ള പ്രാർത്ഥനയ്ക്ക് ക്ഷണത്തിൽ മറുപടി വന്നുവെന്നാണ് ബൈബിളിനകത്ത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി റെഫറൻസ് കിടപ്പുണ്ട്. ക്ഷണത്തിൽ എന്ന വാക്ക്, ക്ഷണത്തിൽ സൗഖ്യമായി, ക്ഷണത്തിൽ എഴുന്നേൽപ്പിച്ചു എന്നൊക്കെ പദം നമുക്കറിയാം. അപ്പോസ്തലരുടെ 3-ാം അധ്യായത്തിനകത്ത് 40ഓളം വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ഭിക്ഷക്കാരനായിട്ട് ആലയത്തിന് മുമ്പ് നിന്നവന് ആമേ പത്രോസും യോഹന്നാനും പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് നിനക്ക് തരുന്നു. 40 വർഷത്തിന്റെ അവന്റെ കഷ്ടതയ്ക്ക് ഒറ്റ നിമിഷം കൂടി ക്ഷണത്തിൽ. ഒരു സ്വന്തം ക്ഷണത്തിൽ പറഞ്ഞാൽ ഉറക്കെ, ക്ഷണത്തിൽ ഉറക്കെ പറഞ്ഞു. ക്ഷണത്തിൽ എൻ്റെ അർത്ഥം എന്താണ്? പെട്ടെന്ന് ക്യുക്ക, വിത്ത് സെക്കൻഡിനകത്ത് വെച്ച് മറുപടി. 38 വർഷമായിട്ട് ബെഥസ്ദ കുളക്കര കിടക്കുന്ന മനുഷ്യൻ
അവൻ ഇഴഞ്ഞ് കുളം കലക്കുന്ന ദൂതൻ കുളം കലക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ചാടി വീഴാൻ തക്കവണ്ണം താല്പര്യമുണ്ട്. പക്ഷെ അങ്ങനെ ആയി 38 വർഷമായി. എന്നാൽ യേശുവിന് കാര്യം മനസ്സിലായി. ഇവനെ ഇവിടെ കിടത്തിയാൽ യേശുവിൻ്റെതായ സൗഖ്യത്തിന് ചോദ്യം വരും. അതുകൊണ്ട് ദൈവപരവാക്കി എടുക്കടാ, കിടക്കെടുക്ക്. ക്ഷണത്തിൽ അവൻ കിടക്കെടുത്ത് വീട്ടിൽ പോയി. എത്ര വർഷത്തെ? 38 വർഷം. മറ്റവനോ 40 വർഷം. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിനകത്ത് 40ഓളം വയസ്സ് പ്രായമുണ്ടെന്നാണ് അവൻ. അപ്പം 40ഓളം വയസ്സ് പ്രായമുള്ള വ്യക്തി. അവൻ ഇങ്ങനെ നിരവധി ശബ്ദം കിടപ്പുണ്ട്. അപ്പോൾ എത്ര വർഷം പഴക്കമുള്ള വിഷയം എന്നാലും ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ടൈം എന്ന് പറയുന്നത് ക്ഷണത്തിൽ. എനിക്ക് വേറൊരു സബ്ജക്റ്റ് അതിനകത്ത് കയറി വരുന്നുണ്ട്, തൊട്ടാൽ പറ്റില്ല. എൻ്റെ ഈ മെസ്സേജ് കുറിച്ചാൽ ക്ഷണത്തിൻ്റെ വാക്ക് വേറെ സബ്ജക്റ്റാണ്. അപ്പം ഇന്ന് ഒറ്റ വാക്ക് ചിന്തിച്ചാൽ മതി, എനിക്കും ക്ഷണത്തിൽ ഒരു മഴ പെയ്യ സമയമായി. ശ്രോത്രം, അർത്ഥം എന്ന് പറഞ്ഞാൽ എൻ്റെ മറുപടി ആയി. അപ്പം ഈ രാത്രി നമ്മൾ വീട്ടിൽ പോകുന്ന എങ്ങനെ പോകണം? അശോകച്ച എങ്ങനെ പോകണം? മാൻപേട തുള്ളിച്ചാടി പോകുന്ന പോലെ വേണം ലാലി ആൻറ്റി പോകാൻ, കേട്ടോ? മേശോത്രാം ബിൻമേരി ആൻറ്റി എങ്ങനെ പോകണം? ഒരു മാൻപേട തുള്ളിച്ചാടി പോകുന്ന പോലെ. ഷീന ആൻറ്റി ഒക്കെ എന്ത് ചെയ്യണം? ജെസ്സി ആൻറ്റി ഒക്കെ എന്ത് ചെയ്യണം? തുള്ളിച്ചാടി മാൻപേട തുള്ളിച്ചാടും പോയിരിക്കണം. എന്താണെന്നറിയാമോ? എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ആയതുകൊണ്ട് ക്ഷണത്തിൽ എന്ത് സംഭവിച്ചു? ആകാശം മേഘവും കാറ്റുകൊണ്ട് കറുത്ത വൻമഴ. ചിലപ്പോൾ ചോദിച്ചിരിക്കാം, കർത്താവ് ഒരു ചെറിയ വ്യത്യാസം അങ്ങ് തന്നാൽ മതി, അല്ലേ? ഒരു ചെറിയ വ്യത്യാസം തന്നാൽ മതി. പക്ഷെ ദൈവത്തിന് ചെറിയ മഴയല്ല നമ്മുടെ ആഗ്രഹം. നമ്മുടെ പെയ്യാൻ തക്ക ആഗ്രഹം ഒരു ചെറിയ മഴ പെയ്തേ മതി. കർത്താവ് ദൈവത്തിൻ്റെ ഉദ്ദേശം വൻമഴ എന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? ദൈവം ഒരു വിടുതൽ അയച്ചാൽ അത് വൻമഴയാണ്. ദൈവം ഒരു വിടുതൽ അയച്ചാൽ വലിയ മഴ പെയ്യിപ്പിക്കും. അത് ദൈവത്തിൻ്റെ ഹിതമാണ്. നമുക്കിന്ന് രാത്രി പറയാം, കർത്താവേ, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ദൈവത്തിന് ഭയങ്കര പരിപാടിയാണ്. സ്തോത്രം. എന്താണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞ വാക്ക്? നമ്മുടെ കർത്താവ് കഞ്ചൂസ് അല്ല, നമ്മുടെ കർത്താവ് ലാവിഷാണ്. നമ്മുടെ കർത്താവ് ഞെക്കിപ്പിഴിഞ്ഞു തരുന്ന ദൈവമല്ല, നമ്മുടെ കർത്താവ് വാരി തന്ന കർത്താവാണ്. ആ ദൈവത്തിന് നമ്മുടെ വിഷയത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും. എൻ്റെ ദൂതലേക്ക് ഞാൻ വേறு പറയട്ടെ. അപ്പോൾ ഓർത്തോണം, എൻ്റെ ചോദ്യം ഇതാകുന്നു, മഴ പെയ്ത് ഇപ്പോൾ മിന്നിട്ട് കൊണ്ട് ഇസ്രായേലിൽ ആഗാബ് എത്താൻ പോകുകയാണ്. അപ്പോൾ പ്രാർത്ഥനക്കാരെ ഓർത്തില്ല. ചെറിയൊരു കൊതി ഉണ്ടായിരുന്ന ആ രഥത്തിലോട്ടൊന്ന്. പക്ഷെ ദൈവം കേട്ട സമ്മതിക്കുന്ന കാര്യം, ബാലിൻ്റെ നാമത്തിലുള്ള രഥത്തിൽ ദൈവത്തിൻ്റെ പ്രവാചകന് കയറാൻ പാടില്ല. അവിടെ ഒരു വിശുദ്ധിയുടെ വാക്കുണ്ട്. ഒന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാം. ദൂത് പറയാം. ഇതിനകത്ത് നമ്മൾ ഈ കത്തോലിക്കാർ പറഞ്ഞ വെഞ്ചരിച്ചു എന്ന് പറഞ്ഞ, അല്ലെ വെഞ്ചരിച്ചു, അതാണ് വെഞ്ചരിച്ചു. കേട്ടുണ്ടോ? എന്തെന്ന് അച്ഛാൻ പറ, വെഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുക? കുന്തിരിക്കം കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൊണ്ട് എന്ത് ചെയ്യുക? തളിക്കും. വെഞ്ചരിച്ചു. ആ വെഞ്ചരിച്ചതിനകത്ത് ആർക്ക് വേണ്ട? ഏലിയാവിന് വേണ്ട എന്ന് പറഞ്ഞാൽ ബാലിൻ്റെ മണമുള്ളതിൽ ദൈവത്തിൻ്റെ പ്രവാചകന് വേണ്ടെന്നാണ്. ഞാനൊന്ന് ആവർത്തിച്ച് പറയാം. ഒരു വലിയൊരു വെളിപ്പാട് കിടക്കുന്ന വാക്കാണ്. ബാലിൻ്റെ നാമമുള്ള അല്ലെ അതിൻ്റെ മണമുള്ളതിൻ്റെ അകത്ത് വിശുദ്ധ പ്രവാചകനായ ഏലിയാവിന് അതിനകത്ത് സഞ്ചരിക്കേണ്ട കാര്യം ഇല്ല. അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ജയിച്ചത് പറ, ഉറക്കെ പറ. ഇങ്ങനെയാണോ പറയാൻ പറഞ്ഞ സ്വോത്രം പേയ്ക്കാം? ചുമച്ച് കാണിക്കുകയാണ് പാസ്റ്റർ. ചുമ്മാതെ സ്വോത്രം പേയ്ക്കാം, പ്രേസിക്കാം. ഹല്ലേലൂയ. ബാലിൻ്റെ മണമുള്ള രഥത്തിനകത്ത് ദൈവത്തിന് വിശുദ്ധ പ്രവാചകന് സഞ്ചരിക്കേണ്ട ആവശ്യമില്ല. അത് ആർക്കും അറിയാം. അഥവാ ആഗാബ് കേളച്ച എന്ന് പറഞ്ഞാലും
അച്ചായൻ കയറത്തില്ല. അച്ചായൻ കയറിയില്ലെങ്കിൽ നാട്ടുകാർ മുമ്പാകെ ആകാവ് നാണക്കെടുമെന്ന് അറിഞ്ഞിട്ടാണ് ആകാ ബുദ്ധിയോടുകൂടെ സ്വല്പം വിളിക്കാത്ത കാര്യം. എൻ്റെ അഭിപ്രായം പറയുകയാണ്. ഞാൻ ഇന്ന് രാത്രി പരിശുദ്ധാൽ പറയാ, വിശുദ്ധന്മാർക്ക് സഞ്ചരിക്കാൻ വിശുദ്ധിയുള്ള ഒരു മണ്ഡലം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും നാം ദൈവത്തിന്റെ പ്രമാണത്തിന് വേണ്ടി വില മുടക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നൊരു ആവർത്തിക്കുക, ഇത്രയും വർഷമായി ദൈവത്തിന്റെ ഉപദേശത്തിന് വേണ്ടി, ദൈവ കൽപ്പനയ്ക്ക് വേണ്ടി വില മുടക്കിയിട്ടുണ്ടെങ്കിൽ ആ വിശുദ്ധ പ്രമാണത്തിന് ജീവിച്ചിട്ടുള്ള വിശേഷ ദൈവമക്കളോട് ആത്മാവ് നിങ്ങൾക്കൊരു ആത്മ സപ്പോർട്ടിന് വേണ്ടി പറയാ, ആ ദൈവ കൽപ്പന സീസൺ അല്ലോ, ആരംഭത്തിൽ തുടങ്ങി അവസാനം വരെ ആ ദൈവ കൽപ്പനയെ പരിജ്ഞാനത്തോടെ കാത്തു സൂക്ഷിക്കുന്ന വിശുദ്ധ കുടുംബങ്ങളെ ഓർത്ത്, വ്യക്തികളെ ഓർത്ത് ഞാൻ ദൈവത്തിന് അധികമായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. കാര്യം പിടികിട്ടിയെങ്കിൽ സ്തോത്രം ചെയ്യാമോ? ഞാനത് നാളെ കർത്തൃമേശ കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ആ ദൂത് എടുത്തോണം. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ രാത്രി സെക്ഷനാണ്. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, തിരുവിഹിതമില്ലാത്ത ആഹാബിൻ്റെ ഒരു നന്മയും എനിക്ക് വേണ്ട. ഒന്ന് പറഞ്ഞേ, ബാലിനെ സേവിച്ച ബാലിൻ്റെ മണമുള്ള ഒരു അവകാശം എനിക്ക് വേണ്ട. എനിക്ക് പിന്നെ ഏത് അവകാശം മതി? ദൈവത്തിൻ്റെ വിശുദ്ധ പ്രമാണത്തിൽ കൂടി ലഭിക്കുന്ന അവകാശം എനിക്ക് മതി. അത് മാത്രം ഞാൻ കൊതിക്കുന്നു, അതിനുവേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുന്നു. അത് വരും, നിശ്ചയം താമസിക്കില്ല. പറഞ്ഞാട്ടെ, ആ വിശുദ്ധ ഉയർച്ച വരും, നിശ്ചയം താമസിക്കില്ല. കരമടിച്ച് പറഞ്ഞാട്ടെ, ആ വിശുദ്ധ ഉയർച്ച വരും, താമസിക്കില്ല. പ്രമാണത്തിൽ നിൽക്കുന്ന ദൈവമക്കളെ അവകാശത്തിന് ഒരു വിശുദ്ധ മണമുണ്ട്. ആ വിശുദ്ധ മണമുള്ള അവകാശം മാത്രം മതി, മറ്റൊരു അവകാശം എനിക്ക് വേണ്ട എന്ന് ഈ ദൈവശബ്ദം ദൈവമക്കൾ ഒന്നുകൂടി ആത്മനിയോഗത്തെ പറയാ, ആ അവകാശം മാത്രം എനിക്ക് മതി കർത്താവേ. അതോടെ എന്ത് പറ്റി? ആഗാബിന്റെ ബാലിന്റെ മണമുള്ള രഥത്തിൽ ഏലിയാവിനെ കയറ്റിയുമില്ല, അഥവാ കയറാൻ വിളിച്ചാലും പോകത്തുമില്ല. ഏലിയാവിന് വേറൊരു മണമുണ്ട്. അതിന്റെ 46-ാമത്തെ വാക്യം ഒന്നിന് വായിച്ചേ, ഒന്നിന് വായിച്ചേ. എന്നാൽ വേറൊരു മണമുണ്ട്. ആരെ മണം? യഹോവയുടെ കരത്തിന്റെ മണമുണ്ട്. ഒന്ന് വായിച്ച. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു, അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രായേലിലെത്തും വരെ ആഹാബിന് മുമ്പായി ഇസ്രായേലിൽ എത്തും വരെ. രണ്ടുപേരുടെ ഡെസ്റ്റിനേഷൻ ഒരു സ്ഥലമാണ് അല്ലേ? ഇപ്പം നമ്മോട് പറയാം, എന്നോട് പറഞ്ഞു, അച്ഛാ അല്ലെങ്കിൽ പാസ്റ്റേ ഞാൻ ഇന്നടുത്ത് പോകുകയാണ്. അപ്പം ഞാൻ പറയാണ്, ഞാനും ആ റൂട്ടിൽ തന്നെ പോകുകയാണ്, നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാം. അപ്പോൾ നമുക്കൊരു മാനുഷ്യമായ പരിഗണനയുണ്ട്. ആഹാബിനറിയാം ഏലിയാവ് ഇഴത്തണം, ഇസ്രായേലെത്തണം. അപ്പോൾ പറയാം, അച്ഛാ കയറെന്ന് പറയാം. പക്ഷെ ഒരു കാര്യം ഞാൻ ആത്മാവിൽ എനിക്ക് നിയോഗം എന്തോ പറയുകയാണേ, ആഹാബിനറിയാം വിശുദ്ധനും അശുദ്ധനും തമ്മിൽ. നിങ്ങൾ ഒന്നുകൂടി ആ വാക്ക് ആവർത്തിക്കാമോ? ഒന്നൊരു വായിക്കുക. വിജയസെ 18-ാം അധ്യായത്തിന്റെ സ്തോത്രം വായിച്ചു 6-ാമത്തെ വാക്യം. അവർ ദേശത്ത് കൂടി സഞ്ചരിക്കേണ്ടതിന് അതിനെ തമ്മിൽ പകുത്തു. ആഹാബ് തനിക്ക് ഒരു വഴിക്ക് പോയി, ഓബദ്യാവ് തനിച്ച് വേറൊരു മറ്റൊരു വഴിക്ക് പോയി. 3-ാമത്തെ വാക്യം ഓബദ്യാവോ യഹോവയിങ്കൽ മഹാഭക്തൻ. ഒന്ന് വായിച്ചോ. ഓബദ്യാവോ യഹോവയിങ്കൽ മഹാഭക്തനായിരുന്നു. യഹോവയിങ്കൽ മഹാഭക്തൻ. അപ്പോൾ ഭക്തനായ ഓബദ്യാവും അഭക്തനായ അഭക്തനായ ആഗാബും തമ്മിൽ ഒന്നിച്ചു പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഭക്തന്റെ റൂട്ട് വേറെ, അഭക്തന്റെ റൂട്ട് വേറെ. ഇത് ആഗാബൻ അറിയാവുന്നത് കൊണ്ട് ആഗാബനറിയാം ബാലിന്റെ മണമുള്ള ഈ രഥത്തിനകത്ത് വിശുദ്ധന്റെ ആത്മാവില്ലാത്ത ഈ രഥത്തിനകത്ത് ഒരിക്കൽ പോലും വിശുദ്ധനായ അഭിഷക്തൻ കേറത്തില്ല. ഇതൊരു തീരുമാനമാണെങ്കിൽ നിങ്ങൾ എന്നോട് ഒരു സ്തോത്രം പറയും. എൻ്റെ കൂടെ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം കൊടുത്താട്ടെ. തീരുമാനമാണോ അതോ സാഹചര്യം? പാസ്റ്റേ ഞാൻ എന്തു പറയാം പാസ്റ്റേ, അങ്ങനൊരു സാഹചര്യം വന്നുകൊണ്ട് ഞാൻ അങ്ങനെ സമ്മതിച്ചു, ഞാൻ അങ്ങനെ അവരോട് കൂടെ സഞ്ചരിക്കേണ്ടി. നിങ്ങൾ ഇരിപ്പ് കണ്ടിട്ട് 1000 പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി.
ഇനിയും ദൂത് കേട്ടിട്ട് പോകാൻ താല്പര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിടികിട്ടിയ അച്ഛന് എന്തോ മനസ്സിലായി? പോകാൻ സാധ്യതയുണ്ട്. മനസ്സിലാവുന്ന ആൻറ്റി നാത്തൂനെന്ന് വിളിച്ചോണ്ട് ഓടിക്കളയില്ല അവിടെ. സ്വോത്രം ചെയ്യുക. നാത്തൂനോടെ നിൽക്കിയിട്ട് നമ്മളോട് നിൽക്കുക. സ്വോത്രം ചെയ്യും. അവർക്കുണ്ടെങ്കിൽ അവർക്കുള്ള നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് കഞ്ഞിയും ഉണ്ടെങ്കിൽ അത് ഭജനം പറയും. അത് നമ്മൾ ഭജനമല്ല, നാടൻ ഭാഷ കാടിയായിരുന്നാലും അതുപോലെ നമുക്ക് കാടി ഉണ്ടെങ്കിൽ മൂടി കുടിക്കാം. സ്വോത്രം. അവർക്ക് സമൃദ്ധി ഉണ്ടെങ്കിൽ അവർക്ക് കൊള്ളാം. പ്രൈസ്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? എന്തോ മനസ്സിലായി? ആഹാബിൻ്റെ റൂട്ട് വേറെ, ഒബേദ്യാവ് റൂട്ട് വേറെ. ഇത് ആഹാബിന് അറിയാവുന്നതുകൊണ്ട് ആഹാബിനറിയാം ബാലിൻ്റെ മണമുള്ള രഥത്തിനകത്ത് വിശുദ്ധനായ ഏലിയാവ് കയറത്തില്ല എന്നറിയാം. നമ്മൾ പറയാണ് എന്താ എന്നെ കല്യാണത്തിന് വിളിക്കാത്ത കാര്യം? അവർക്കറിയാം ഞായറാഴ്ചയാണ് നമ്മുടെ കല്യാണം. അതുകൊണ്ട് അവർ പള്ളിയിൽ പോകുന്നതുകൊണ്ട് ഞായറാഴ്ച അവരെ വിളിച്ചിട്ട് കാര്യം. അപ്പോഴാണ് പിറ്റേ ദിവസം നമ്മളവരെ കണ്ടപ്പോൾ എന്താ പറയാ, നമുക്ക് കല്യാണത്തിൽ വിളിക്കാത്തതുകൊണ്ടേ നമ്മൾ അവരെ കണ്ടപ്പോൾ പറ വായും വലിച്ചു കയറിയിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റി? എന്നാൽ നിങ്ങൾ ഞങ്ങളുടെ കല്യാണത്തിന്. അപ്പോൾ അവർ അപ്പാടെ കരഞ്ഞു പോയി. അവർ പറഞ്ഞു, എൻ്റെ അമ്മാമ്മയെ വിളിക്കാത്ത കാര്യം നിങ്ങൾ വിശുദ്ധരായ ദൈവദാസന്മാർ, നിങ്ങൾ വിശുദ്ധ സഭാരയ്ക്ക് പോകുന്നുള്ളതുകൊണ്ട് ഞായറാഴ്ച നിങ്ങൾ വിളിക്കാത്തതാണ്. അപ്പം നമ്മൾ പറയാണ് ഞാൻ എപ്പോഴേ സഭാര മുടക്കി. പിടികിട്ടി? സ്വോത്രം ചെയ്യിക്കാൻ അവർക്കറിയാം. നമ്മൾ അദ്ദേഹത്തിൽ അവരുമായിട്ട് സംബന്ധം കൂടത്തിൽ അവർക്കറിയാം. അതുകൊണ്ട് അവർ നമ്മളെ ക്ഷണിക്കാത്ത കാര്യം. ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ഇപ്പം നമ്മുടെ ബിനോയ് സാറിൻ്റെ മോൻ്റെ കല്യാണം ഞായറാഴ്ച കഴിഞ്ഞ 26-ാം തീയതിയാണ് കോട്ടയത്ത് വെച്ചായിരുന്നു കല്യാണം. അപ്പോൾ എന്നെ ക്ഷണിച്ചിട്ട് പറഞ്ഞു, പാസ് ഞായറാഴ്ചയാണ്, ഉച്ച കഴിഞ്ഞാണ്, 11 മണിക്കാണ്, പാസ് കുടുംബമായിട്ട് മസ്റ്റായിട്ട് വരണം. ഞാൻ പറഞ്ഞു സാറിനറിയാമല്ലോ നമ്മുടെ സുവിശുദ്ധ. അറിയാം. അപ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്യും, ഈ ശ്രീമൂലം ക്ലബ്ബിൽ വെച്ച് ഒരു ഫംഗ്ഷൻ, അതിൻ്റെ പേര് എനിക്കറിയത്തില്ല. സ്വോത്രം. ആ ഒരു കാര്യത്തിന് വരാമോ എന്ന് ചോദിച്ചു. ഞങ്ങളവിടെ പോയി. അല്ല, അവർക്കറിയാം സ്വോത്രം ഞങ്ങൾക്ക് ഞായറാഴ്ച പോകാൻ കഴിയത്തില്ലെന്ന് അവർക്ക് തന്നെ മനസ്സിലായി. സ്വോത്രം. എപ്പോഴും മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മൾ പറയുകയാണ് ഏലിയാവ് ആഹാബിനെ കണ്ടിട്ട് മിണ്ടാ നടക്കുന്നുവെങ്കിൽ അർത്ഥം ഏലിയാവ് മണ്ടനായതുകൊണ്ടല്ലേ. കാര്യം ആഹാബിനറിയാം ബാലിൻ്റെ മണമുള്ള അശുദ്ധ ഈ രഥത്തിനകത്ത് വിശുദ്ധനായ വ്യക്തി കയറത്തില്ലെന്ന് ആർക്കറിയാം? അപ്പം നമ്മൾ പറയാണ് എന്നാലും എന്നെ കയറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് പറയാതിരിക്കാനും ഞാൻ അല്പം തിരുത്തി പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? അത് വിളിക്കാത്തതിനാ സ്തോത്രം ചെയ്യണം, നമ്മളെ പോകാത്തതിനാ സ്തോത്രം പറയണം. നമ്മളെക്കുറിച്ച് അവർക്കൊരു ധാരണ ഉണ്ട്, ആ ധാരണ അനുസരിച്ച് തന്നെ പോകണം. ആ ധാരണ നമ്മളായിട്ട് തെറ്റിക്കരുതാണ് ഞാൻ പറഞ്ഞ അർത്ഥം. ഒരു സ്തോത്രം പറയാം. മനസ്സിലാവുന്നുണ്ടോ? ഈ പണ്ടത്തെ പെന്തിക്കോസിൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പോഴത്തെ പെന്തിക്കോസ് അനുഭവമല്ല. പണ്ടത്തെ പെന്തിക്കോസിനകത്ത് വെള്ളി ഞായറും എന്ന് പറഞ്ഞ കാര്യം എന്ത് കൊന്നെന്ന് പറഞ്ഞാൽ പെന്തിക്കോസുകാർ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന, ഞായറാഴ്ച സഭാരാധന, ഈ രണ്ടും മുടക്കി പഴയ പെന്തിക്കോസ് കൊടുത്തു പോയിട്ടില്ല. ഇപ്പോഴാണെങ്കിലോ പറ, നമ്മൾ ഞായറാഴ്ച നമ്മളായിരിക്കും ആദ്യം. എന്നിട്ടാണ് പറയും എന്ത് നിങ്ങൾ താമസിച്ച് ഞാൻ എപ്പോഴേ ഒന്ന് നോക്കി എനിക്ക് സ്വത്രം പറയുക എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാട് മങ്ങലേറ്റു. സ്വത്രം കാഴ്ചപ്പാട് മങ്ങൽ. പക്ഷെ അതല്ല, ഈ രാത്രി തിരുത്തണം, നമുക്ക് ആത്മാവ് തിരുത്തണം, ഈ മാസം തിരുത്തണം. അവിടെ ഒരു വാക്ക് പറയണം, ഏലിയാവ് വിശുദ്ധനായതുകൊണ്ട് ആഹാബ് അശുദ്ധനും അഭക്തനുമായതുകൊണ്ട് ഭക്തനും വിശുദ്ധനുമായ ഏലിയാവ് അഭക്തനും അശുദ്ധനുമായിരിക്കുന്ന ആഹാബ് രഥത്തിൽ കയറാൻ പാടില്ല. പക്ഷെ ഒരു കാര്യം ദൈവാത്മ വാക്കാകുന്നു, അങ്ങനെ പ്രമാണത്തിന് വേണ്ടി നിന്നതുകൊണ്ട്, പ്രമാണത്തിന് വേണ്ടി സമർപ്പിച്ചത് കൊണ്ട് കാറ്റും കോളും വന്ന് നനയുമെന്ന് പേടി ചിലപ്പോൾ സ്വാഭാവികം ഉണ്ടാകാം. പക്ഷെ യഹോവയുടെ കൈ ആർക്ക് അനുകൂലം വന്നു? ഏലിയാവിന്. എൻ്റെ ചോദ്യവും ഞാൻ രാവിലെ പറഞ്ഞ വാക്ക് ആവർത്തിക്കുന്നു, ആഹാബ് രഥം നമുക്ക് വേണമോ യഹോവയുടെ കൈ വേണമോ എന്ന് ഞാൻ ചോദിച്ചാൽ
നിങ്ങൾ നാവ് തുറന്ന് ഹൃദയം തുറന്ന് പറയണം, എനിക്ക് ഒരു കൈ മതി, സർവശക്തന്റെ കൈ മാത്രം മതി. രാവിലെ നെഹമ്യാ ഒരു വാക്ക് പറഞ്ഞു, എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ഇന്ന് രാത്രി ഞാൻ എനിക്കും നിയോഗത്തിന് പറയാ, ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രിയിൽ തീരുമാനം ദൈവമക്കൾക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് കരമടിച്ചെന്ന് പറയാ. ചില പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവാത്മ തരുന്നുകൊണ്ട് ആകാവ രഥം എനിക്ക് വേണ്ട. ഈ ഭൂപരപ്പിലെ മനുഷ്യന്റെ പോരാ 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 ദീഗശാലകാരമാന വെട്ടിബലം ചലകട്ടിബല ചിരഹട്ടികളാജ അഗത ചലത വൈഡ ചലത റിഗല കടജ നമന. പ്രൈസ് ഗോഡ്. യഹോവയുടെ കൈ ഏലിയാവിന്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവൻ ഇസ്രായേലിൽ ആഗാബ് എത്തുന്നതിനേക്കാളും അവൻ നേരിട്ട് ഏലിയാവ് എത്തിക്കഴിഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിനകത്ത് 2 വ്യക്തികൾ നമുക്ക് വ്യക്തമായി കാണാം. ഒന്ന് പറ, 8-ാം അധ്യായത്തിൽ പറയാച്ചാ, ഞാൻ പറഞ്ഞു റോമൻസ് എല്ലാം പറയുന്നു പറഞ്ഞാൽ ഞാനിരുന്നു സ്വത്രം പേര്. 8-ാം അധ്യായത്തിൽ 1-ാമത്തെ വ്യക്തി ആരായിരുന്നു? ഫിലിപ്പോസ്. 2-ാമത്തെ വ്യക്തി ഐത്യോപ്യയിലെ രാജ്ഞിയായ ഷണ്ണൻ. ഷണ്ണനെ സ്നാനപ്പെടുന്ന ഒരു മിഷൻ ദൗത്യം ആർക്കുണ്ടായിരുന്നു? ഫിലിപ്പോസ് ഉണ്ടായിരുന്നു. ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തിയപ്പോൾ സാധാരണ ഒരു ഡ്രസ്സും കിട്ടും, സ്നാനപ്പെടുത്തുന്ന പാസ് മതി കിട്ടിയിട്ടുണ്ട്, ഒരു ഷർട്ടും സ്വതന്ത്രകാഴ്ചയും. കാര്യം ഈ നല്ലൊരു കൂദാശയാണ് നമ്മുടെ സാമൂഹിക അല്ലെങ്കിൽ സമുദായ പള്ളിക്കാതെ പറഞ്ഞ ഈ കുർബാന അല്ലെങ്കിൽ ഈ ആദ്യ കുർബാനയും അതുപോലെ തന്നെ മാമോദീസ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഭയങ്കര പ്രാധാന്യമുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ചിലവാണ്. സ്വതന്ത്രം. അപ്പോൾ എനിക്കും കിട്ടിയിട്ടുണ്ട്, ഷർട്ടും കിട്ടിയിട്ടുണ്ട്, സ്വതന്ത്ര കാഴ്ചയും കിട്ടിയിട്ടുണ്ട്. സ്വതന്ത്രം. ഷണ്ണനും സ്വതന്ത്ര കാഴ്ച എടുക്കാൻ നോക്കിയപ്പോൾ ആരെ കിട്ടിയില്ല? പറ. എന്ത് ഷണ്ണൻ ഓർത്തു, നല്ലൊരു സമ്മാനം എന്നെ സ്നാനപ്പെടുത്തിയ ഫിലിപ്പോസിന് കൊടുക്കണം നോക്കി. ഷണ്ണൻ കണ്ണൂർ നോക്കിയപ്പോൾ ഫിലിപ്പോസിനെ കണ്ടില്ല. സ്വതന്ത്ര കാഴ്ച കിട്ടുമെന്നും ചിലപ്പോൾ പ്രതീക്ഷിച്ചിരിക്കാം. കാര്യം നടന്നാണ് ഇവിടെ നേർവിധി വന്നത്. പ്രൈസ് ഗോഡ്. ഇനി പുള്ളിക്ക് എവിടെ പോകണം? അയ്യലോൻ പോകണം. എസ്കോലിൽ നിന്നും അയ്യലോനിൽ പോകണം. അയ്യലോനിൽ പോകണം. 2500 കിലോമീറ്റർ ഉണ്ടെന്നാണ് ചരിത്രം പറഞ്ഞ വാക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സ്വതന്ത്ര കാഴ്ച വാങ്ങിക്കൊണ്ട് ഒരു നാരങ്ങ വെള്ളം കുടിച്ചുകൊണ്ട്, വീടിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ബോഞ്ചി വെള്ളം കുടിച്ചുകൊണ്ട് പോകുന്ന സ്വതന്ത്രം പേയ്ക്കുക. ഇല്ല ഞാനാ പറഞ്ഞ സ്വതന്ത്രം പേയ്ക്കുക. വീണയ്ക്ക് എപ്പോഴും ഒരു സോഡ നാരങ്ങ, ഇടയ്ക്കിടയ്ക്ക് നാരങ്ങ വെള്ളം വേണം, നാരങ്ങ വെള്ളം വേണം. അപ്പം ഞാൻ ഇടയ്ക്ക് കളിയാക്കി പറയും, ബോഞ്ചി വെള്ളം വേണം, സ്വതന്ത്രം വേണം. ഹല്ലേലൂയ. അപ്പോൾ സ്വതന്ത്ര കാഴ്ച മേടിച്ചൊരു ജ്യൂസൊക്കെ അടിച്ചു പോകാമെന്ന് ചിന്തിച്ചിരിക്കാം. പക്ഷേ തമ്പുരാൻ പറഞ്ഞു, ഷണ്ണൻ്റെ കയ്യിൽ നിന്ന് സ്വതന്ത്ര കാഴ്ച നീ അതിനകത്ത് വെളിപ്പാട് കിടപ്പുണ്ട്. ഞാൻ ഇപ്പം പറയുന്നില്ല, നമുക്ക് ദൂത് അതല്ല. കണ്ണൂർ നോക്കിയപ്പോൾ ആത്മാവ് അവൻ എടുത്ത് അവൻ അസ്തോദ് കൊണ്ടുപോയി. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ബൈബിളിനകത്തുള്ള ആദ്യത്തെ ഫ്ലൈറ്റ് കയറിയ വ്യക്തി ആരാ? ഫിലിപ്പോസാണ്. സ്തോത്രം. ഒരാമയും പറഞ്ഞ സ്തോത്രം പേയ്ക്കാൻ. ഹല്ലേലൂയ. ദൈവത്തെ വിശ്വസ്തയാണ് പ്രയോഗിക്കുക. അപ്പോൾ ഈ വാക്ക് ശ്രദ്ധിക്കൂ. അപ്പോൾ ഏലിയാവ് ആഗാബ് എത്തും മുമ്പ് തന്നെ ഏലിയാവ് എത്തി. ഒരു സ്വതന്ത്രകാഴ്ചയും കൊടുത്തുമില്ല, ഒരു പ്രത്യേകിച്ച് പ്രയോറിറ്റി ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് 5-ാമത്തെ അത്ഭുതമാണ് അനുഭവിച്ചത്. ഇനി നമ്മൾ അല്പം ഒരു 15 മിനിറ്റ് ഞാൻ വായിച്ച കുറിവാക്യവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. വായിക്കാം ഒന്നുകൂടി. 19-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യം. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടി തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി, യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ഇപ്പോൾ മതി. എന്റെ സബ്ജക്ട് ഇപ്പോൾ മതി. ഞാൻ ആ ഭാഗം പറയുന്നുമേൽ ഈ വാക്ക് ഭയത്തിൽ നിന്ന് പറഞ്ഞൊരു വാക്കാണ്. ഈ ഭയത്തെന്ന് പറയേണ്ട കാര്യം, 450 പ്രവാചകന്മാരെ ഏലിയ ഒറ്റയ്ക്ക് വെട്ടിക്കൊന്നുവെന്ന് അറിഞ്ഞപ്പോൾ കാര്യം ചെലവും കൊടുത്താണ് 450 പ്രവാചകന്മാർ ഇസബേൽ വളർത്തിയെടുത്തത്. അതിനെ ഒറ്റ നിമിഷം കൊണ്ട് വെട്ടി. ഞാനിപ്പോൾ ചിരിക്കാറുണ്ട് ആ വാക്ക് വായിക്കുമ്പോൾ. എന്തറിയാമോ? നമുക്ക് ചെലവാന്ന് പിശാച്, അവർക്ക് ചെലവാന്ന് പറയാച്ചാ. അച്ഛാ പറ അച്ഛാ.
അപ്പുറത്ത് ഒരു അമ്പലമുണ്ട്, സ്വോത്രം വഹിക്കാൻ, വീടിൻ്റെ അപ്പുറത്താണ് സ്വോത്രം. അവർക്ക് എത്രയാണ്? ലക്ഷങ്ങൾ ചെലവാക്കിയെങ്കിലും ഒരു പൂജ നമുക്ക് എത്ര രൂപ വെച്ചാ പോയി. അതെന്നെ ഇവിടെ സംഭവിച്ച വിഷയം. 450 പ്രവാചകന്മാർ ചെല്ലും ചെലവും കൊടുത്താണ് ആര് വളർത്തിയത്? കൊട്ടാരത്തിലുള്ള എല്ലാ വിഭവ സമർത്ഥമായ നന്മ കൊടുത്ത് ശമ്പളം കൊടുത്ത് വളർത്തിക്കൊണ്ട് ഇസബേല് ഒരു ദിവസം, നിങ്ങൾ 1 വാക്യപ്പോൾ ആഗാവ് പോയി തൻ്റെ ഭാര്യയോട് അവൻ മരിച്ചുപോയ 450 പ്രവാചകനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ ഞെട്ടി ഒരു വാക്ക് പറഞ്ഞു, അടുത്ത ദിവസം വെട്ടിക്കൊന്നവനെ ഞാൻ വെട്ടിക്കൊള്ളും. അടുത്ത ദിവസം എൻ്റെ ദേവന്മാരെ സേവിച്ച് ഞാൻ കൊടുത്തും പരിപാലിച്ചും പോഷിപ്പിച്ച് നിന്നതായ 450 പ്രവാചകൻ കൊന്നവനായ ഏലിയാവിനെ ഞാൻ ഒരു നിമിഷം പോലും വെച്ചേക്കില്ല എന്ന് അധികാരത്തോടെ ഇസബേൽ പറഞ്ഞപ്പോൾ ആമേ അല്പം ഭയപ്പെട്ടു പോയി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഞാൻ ഭയപ്പാട് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു വാക്ക് പറയാം. 450 അല്ല, 5000 കണക്കിന് ബാലിന്റെ പ്രവാചകന്മാരെ ദുഷ്ടക്കൂട്ടം വളർത്തിക്കൊണ്ട് വന്നാൽ ഒരു അഭിഷക്തന്റെ ഒരു സഭയുടെ ആത്മാവിന് പോരാട്ടത്തിന് ഭാഗെ അവൻ നിലംപരിയാകാൻ ഒരു നിമിഷം മതി. ഈ രാത്രി ഞാൻ പ്രവചിച്ച വാക്ക് പറയാ, കുറെ ആണ്ടുകളായി നമ്മെ വേദനിപ്പിക്കുന്ന, നമ്മെ നശിപ്പിക്കാൻ വളർത്തി മന്ത്രം ചെയ്ത് തന്ത്രം ചെയ്ത് ആഭിചാരം ചെയ്ത് ശാപവാക്ക് പറഞ്ഞ് നമ്മെ ഉടക്കി നോക്കിയതായ സാത്താന്റെ എല്ലാ വാഴ്ചകളെ ഈ രാത്രിയിലെ ശുശ്രൂഷയുടെ ആത്മനിയോഗത്താൽ ഏലിയാവിൽ വ്യാപരിച്ച അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ഞാൻ ആ നിയോഗം പ്രസംഗിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും അധികാരം നാമത്തെ സകല ഇരുട്ടിന്റെ കോട്ടകളെയും അന്ധകാര വ്യാപാരത്തിനെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തെ ഞങ്ങൾ അവയെ ഇന്ന് രാത്രി ഉന്മൂലം നാശം ചെയ്യുകയാണ്. Praise God. ഇന്ന് രാത്രി ഭവനത്തിരിക്കുന്നവരും ആലയത്തിരിക്കുന്നവരും ഞാൻ ആത്മാവിൽ പ്രവചിച്ച് പറയാം, നിങ്ങളുടെ കെട്ടങ്ങ് പൊട്ടി മാറി കേട്ടോ. ആമേൻ പറയാമോ? നിങ്ങളുടെ കുറേ നാളുകളായിട്ട് പൊതിഞ്ഞു വെച്ച രോഗങ്ങൾ, ദുരിതങ്ങൾ, ആദികൾ, അസ്വസ്ഥതകൾ, മാനസികമായിട്ട് നമ്മയിട്ട് അലച്ചുകൊണ്ട് മാനസിക വിഭ്രാന്തി ഉണ്ടാക്കി മരണഭീതിയും എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ചിന്തയൊക്കെ ഇട്ട് നമ്മയിട്ട് ഇട്ടാവിട്ട് കറക്കിയ ചില കെട്ടും ചില വെല്ലുവിളികൾ ഉണ്ടല്ലോ, അത് ഇന്ന് രാത്രി ഏലിയാവിൽ വ്യാപരിച്ച അതേ സെയിം പരിശുദ്ധാത്മാവ് ഈ രാത്രി എന്നുമേ വ്യാപരിക്കുന്നു, നമ്മുടെ മേ വ്യാപരിക്കുന്നു, ആലയത്ത് വ്യാപരിക്കുന്നത് കൊണ്ട് ഞാൻ ആത്മനിയോഗത്തെ വിളിച്ചു പറയുന്നു. ആ പാരമ്പര്യ വ്യാപാരങ്ങളും ശുദ്രപ്രയോഗ കെട്ടുകളും ജാതീയ ശാപവാക്കുകളെയും യേശുവിന്റെ ഇന്ന് രാത്രി അഴിഞ്ഞു മാറി ജനം വിടുവിക്കപ്പെടാൻ പോകുകയാണ്. കാര്യം അടിച്ച് കാത്മാവിൽ പറയുക, എന്റെ കരമടിച്ച് ആത്മനിയോഗത്തോ റിബലക ശബ്ദരാധന ശരീരത്തെ പീഡിപ്പിച്ച്, മനസ്സിനെ പീഡിപ്പിച്ച്, സമ്പത്തിനെ പീഡിപ്പിച്ച്, ജീവിതത്തെ പീഡിപ്പിച്ച് അസ്വസ്ഥപ്പെടുത്തി വെച്ച ആ ബാലിന്റെ കെട്ടുണ്ടല്ലോ, ഇസബേൽ വളർത്തിക്കൊണ്ടുവന്ന ഇസബേലെ നീ വളർത്തിയതായ ആ സകല കെട്ടിനെ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ യുവാശത്തിന്റെ 2ാമത്തെ രാത്രിയിൽ 8ാം മാസം ആരംഭ ദിവസം രാത്രിയിൽ ഞങ്ങൾ അവയെ വെട്ടി തോര കളഞ്ഞിട്ട് തന്റെ ജനം ആരാധിക്കുന്നത് നീ അവരെ ജീവിപ്പിക്കാൻ തക്കവണ്ണം നിങ്ങൾ വീട്ടിൽ കയറി പോകുമ്പോഴേ ആ വീട്ടിന്റെ പടിക്കൽ അല്ലെങ്കിൽ കോമ്പൗണ്ട് കാലു ചവിട്ടിയിട്ട് പറയണം, കഴിഞ്ഞ നിമിഷം വരെ നിനക്കിവിടെ വസിക്കാം, ഇന്ന് മുതൽ നിനക്ക് വസിക്കാൻ. അങ്ങനെ പറയണം. വീട്ടിലിരിക്കുന്നവർ അങ്ങ് അവിടെ ഇരുന്ന് പറയണം. സ്തോത്രം. മറന്നു പോകാതെ പറഞ്ഞോ ഇപ്പോഴേ തന്നെ സ്തോത്രം പെയ്യാൻ. ആ വീട്ടിൽ പോയിട്ട് കോമഡി ചവിട്ടി പറയണം, ബാലിന്റെ ശക്തി ഇസബേൽ വളർത്തിക്കൊണ്ട് ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന ബാലിന്റെ ശക്തിയോടെ ഇന്ന് രാത്രി പറയുന്നു, ഇസബേലിനായിരുന്നാലും ആഖാബായിരുന്നാലും നിന്നെ വളർത്തി ഞങ്ങളെ തളർത്തി കൊല്ലാൻ തക്കം കൊണ്ടുവന്ന നിന്റെ ആ പദ്ധതി ഉണ്ടല്ലോ, ഞാൻ എൻ്റെ അഭിഷേകത്തിന്റെ കാലുകൊണ്ട് ഞാൻ ചവിട്ടി നിന്നോട് കൽപ്പിക്കുന്നു, ഇനി നിനക്ക് എൻ്റെ മേലെ തലമുറയുടെ മേലോ എൻ്റെ അവകാശത്തിന് മേലോ നിനക്ക് പങ്കുമില്ല, ഓരുമില്ല. ഇപ്പൊ വിട്ടു മാറിക്കോളാം യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ഗോഡ്. ഇപ്പൊ വിട്ടുമാറിക്കോണം. ഒരു സെക്കൻഡ് പോലും നിൽക്കാൻ പാടില്ല, ഒരു സെക്കൻഡ് പോലും വ്യാപരിക്കാൻ പാടില്ല, ഒരു സെക്കൻഡ് പോലും നിൽക്കാൻ പാടില്ല. അതിന് യേശുവിന്റെ നാമത്തിൽ അവയെ പുറത്ത് കളയുകയാണ്.
ഇന്ന് രാത്രി ദൈവമക്കൾ സ്തോത്രത്തോട് പറയണം, ഇന്ന് രാത്രി എന്നെ വിടിവിച്ച ദൈവകൃപ, ആമേ കുറേ നാളുകളായി നമ്മെ ഇട്ട് വലച്ചുന്ന ചില വലച്ചിലുകളെ ഈ രാത്രിയിൽ ഏലിയാവ് വ്യാപരിച്ച അതേ ആത്മാനിയോഗത്താൽ ഞാൻ ദൈവമക്കൾ ഇന്ന് രാത്രി കൽപ്പിക്കുന്നു, ആ പൈശാചിക ശക്തിയിൽ നിന്നും ദൈവം ശക്തമായ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ്. കരങ്ങളെ ഒന്ന് ഉയർത്തി അഭിഷേകത്താൽ സ്തോത്രം ചെയ്യാമല്ലോ. ആ വാക്ക് പറഞ്ഞു വന്നപ്പോൾ സ്തോത്രം, മൂന്നാമത്തെ വാക്യം കൂടി ഒന്ന് വായിക്കാം ജയ്സേ. 19 അവൻ ഭയപ്പെട്ടു പോയി. അടുത്ത വാക്യം, എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയ്ക്ക് ഉൾപ്പെട്ട ബർശേബയിൽ ചെന്ന് അവിടെ ഒരു ബാല്യക്കാരനെ താമസിപ്പിച്ചു. ഒന്നുകൂടി വായിക്കേ. ബാല്യക്കാരനെ താമസിപ്പിച്ചു. വായിച്ചോ. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചുരച്ചെടു തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി. എനിക്ക് ആ പദം ഞാൻ പ്രസംഗിക്കാൻ പ്രാർത്ഥിക്കാം. ഇപ്പോൾ മതി. നമ്മൾ ആ വാക്കിന് ഇംഗ്ലീഷിൽ കൊടുത്തിട്ട് വാക്ക് ഇറ്റ് ഈസ് ഇനഫ് എന്ന വാക്കാണ്. അവിടെ കൊടുത്ത ഇറ്റ് ഈസ് ഇനഫ് എന്ന വാക്കാണ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഈ വാക്ക് ചിന്തിച്ചിട്ടുണ്ട്. ഇത് നെഗറ്റീവ് വേർഡാണ്, മറ്റ് പോസിറ്റീവ് വേർഡാണ്. പക്ഷെ ഞാൻ ആ ഭാഗം ഒന്ന് നന്നായിട്ട് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. പുള്ളിക്കാരൻ സ്വയമായിട്ട് പറയുകയാണ്, ശുശ്രൂഷ അവിടെ പറയാം ഇറ്റ് ഈസ് ഇനഫ്. ശുശ്രൂഷ നമ്മൾ പലപ്പോഴും പറയത്തില്ലേ, എന്തിന് ഒന്ന് മരിച്ചു കിട്ടിയ പെട്ടിക്ക് ഓട്ടം കൊടുത്തിട്ടിരിക്കുകയാണ്. സ്വോത്രം ചെയ്യുക, അളവും കൊടുത്തിട്ട് സ്വോത്രം. ഇപ്പോൾ ദൈവം വിടുവോ? ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ട ജോലി ആടെ ജോലിയ. മിഷൻ തന്നവൻ്റെ ജോലി. എപ്പോൾ തുടങ്ങണമെന്നും എപ്പോൾ നിർത്തണമെന്നും ഉള്ള ജോലി ആടെ ജോലിയാ. അത് സ്വർഗത്തിലെ കർത്താവിൻ്റെ ജോലിയാണ്. പുള്ളി പറഞ്ഞു ഇറ്റ് ഈസ് ഇനഫ് എന്ന്. എനിക്ക് ശുശ്രൂഷ തൃപ്തിയായത്, എൻ്റെ ശുശ്രൂഷയ്ക്ക് ഞാൻ തൃപ്തിയായി എന്ന്. തമ്പുരാൻ പറഞ്ഞു, നിന്റെ ശുശ്രൂഷ എനിക്ക് തൃപ്തിയായില്ല എന്ന്. സ്വത്രം പറയാം. ഒരു ആരോഗ്യം വരികയാണ് കേട്ടോ വാക്ക് പറയുമ്പോൾ. പുള്ളി പറയാണ്, ഇസബേന്റെ വാക്കിന് മുമ്പ് പറയാണ്, എൻ്റെ മിനിസ്ട്രിക്ക് ഇവിടെ സ്റ്റോപ്പ് ഇടുകയാണ്. തമ്പുരാൻ പറഞ്ഞു, ഇനിയാണ് തുടങ്ങാൻ പോകുന്നത്. സ്വത്രം പറഞ്ഞു. അതുകൊണ്ട് മരിക്കണമെങ്കിൽ എന്നേ മരിക്കാമായിരുന്നു അല്ലേ? വന്ന പ്രശ്നം എന്നേ മരിക്കാമായിരുന്നു. ഇത്രയും നാൾ മരിക്കാതെ സ്ഥിതിക്ക് ഇനി മരണം ഉണ്ടെന്ന് തോന്നുന്നില്ല. കർത്താവ് വരുമ്പോൾ രൂപാന്തരപ്പെട്ട ശരീരത്തോട് പോകാൻ സാധ്യതയുണ്ട്. ഒരു സ്വന്തം പറയണം. പ്രൈസ് ഗോഡ്. ഓക്കെ, ഇനി ഞാൻ ആ ഭാഗം നിർത്തിയിട്ട് 19 അധ്യായത്തിൽ വരാൻ ജയ്സേ. 19 അധ്യായത്തിൻ്റെ 15 വാക്യം ഒന്ന് വായിച്ചു. 15 യഹോവ അവനോട് അരുളിച്ചത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് ദമശ്കെക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോക. നീ എത്തുമ്പോൾ ഹസായേലിനെ ആരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യും. ഹസായേലിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യേണ്ടവൻ പുള്ളി തന്റെ ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞു ഇറ്റ് ഈസ് ഇനഫ് എന്ന്. സ്തോത്രം. ബീനയുടെ ഒരു ബന്ധു, ഒരു ജോസഫ് അപ്പച്ചനുണ്ട്. പുല്ലൊരു വിളക്കുവെട്ടത്താണ്. എന്നെ ഭയങ്കര ബീനയെക്കോട്ട് ഇഷ്ടം എന്നെയാണ്. ബീനയുടെ ബന്ധുവാണ്. പക്ഷെ ഞാൻ അവിടെ പോയ ശേഷം എന്നാണ് അവൻ ജീവൻ. അവർക്ക് 5-6 മക്കളുണ്ട്. എല്ലാം പെൺമക്കളാണ്. ഒരാൾ മസ്കറ്റിലുണ്ട്, ഒരാൾ കുവൈറ്റിലുണ്ട്, ഒരാൾ ജലന്ധറിലുണ്ട്, ഒരാൾ ചെന്നൈയിലുണ്ട്, ഒരാൾ നാട്ടിലുണ്ട്. ഇതെല്ലാം പെണ്ണുങ്ങളാണ്, പെൺമക്കളാണ്. ഇവർക്കെല്ലാം എന്നെ ഞാൻ കുവൈറ്റിലും പോയിട്ടുണ്ട്. എന്നെ മസ്കറ്റ് കൊണ്ടുപോയ അതിൽ ഒരു ആൻറ്റിയാണ്, അവർ ഹസ്ബൻഡാണ്. അപ്പോൾ അവരെല്ലാവരും എന്നെ ഭയങ്കര ജീവനാണ്. ഈ അപ്പച്ചനാണെങ്കിൽ ഭയങ്കര ജീവനാണ്. മോനെ വിളിച്ചോണ്ട് സ്വതം. ഒരു പഴയ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് സ്വത്രം. ജോസഫ് അപ്പച്ചൻ. അപ്പോൾ ഒരിക്കൽ ഞാൻ എന്നെ ഉപവാസ പ്രാർത്ഥന വീട്ടിൽ വിളിച്ചു. ഉപവാസിത്ത പ്രാർത്ഥനയ്ക്ക് വിട്ടുപോയപ്പോൾ ഞാൻ ദൂത് പറഞ്ഞു, അപ്പച്ചൻ പല രാജ്യങ്ങളിൽ പോയി സാക്ഷ്യം പറയാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പച്ചൻ വടിയും പൊക്കി കാണിച്ചിട്ട് പറഞ്ഞ വാക്ക്, എങ്ങനെ മോനെ ഞാൻ ഈ വടിയും കൊണ്ട് ഒരു സ്ഥലം സ്തംഭിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, ദൈവത്തിൻ്റെ സാക്ഷ്യം പറയാൻ ചില രാജ്യങ്ങളിലേക്ക് കർത്താവ് കൊണ്ടുപോകുന്നു പറഞ്ഞു. ഒരിക്കൽ എനിക്ക് ഫോൺ ചെയ്തു, മോനെ ഞാൻ ഇപ്പോൾ മസ്കറ്റിട്ട് പോകാൻ പോവാണ്. മസ്കറ്റിൽ പോയി OPയിൽ ഒമാൻ പെന്തിക്കോസ്ത് അസംബ്ലിയിൽ പോയി ശുശ്രൂഷിച്ചു, സാക്ഷ്യം പറഞ്ഞു. അവിടെ കുറേ മാസങ്ങൾ പാർത്തു. അവിടെ നേരെ കുവൈറ്റിൽ വന്നു. കുവൈറ്റിൽ പോയിട്ട് ഈന്തപ്പണ്ട് ചുവട്ടിരുന്ന് ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നു. എന്നിട്ട് വീട്ടിൽ പോയി വലിയൊരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ.
അവിടെയും പോയി പ്രസംഗിച്ചു. അവിടുത്തെ പല സഭകളും സാക്ഷ്യം വഹിച്ചു. അവൻ നാട്ടിൽ വന്നു 1 മാസം വിശ്രമം, പിറ്റേ മാസം പോയി. സ്തോത്രം പറയാമോ? നമ്മൾ ഇറ്റ് ഈസ് ഇനഫ് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, മതി എനിക്ക് പോകാൻ. ദൈവം പറയും ഇനിയാണ് തുടങ്ങാൻ പോകുന്നത്. സ്തോത്രം. 15-ാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ പറയാകുന്നു, നീ മരുഭൂ വഴിയായി മടങ്ങിപ്പോക, ദമ്മേശക്കിന്റെ മഴുവഴി മടങ്ങിപ്പോയി. നീ എത്തുമ്പോൾ ഹസയേലിന്റെ അരാമിന് രാജാവായിട്ട് നീ 1 അഭിഷേകം, 2 നിംഷിയുടെ മകനായ യേഹൂവിനെ ഇസ്രായേൽ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. അടുത്ത് ആബേൻ മെഖോലയിൽ നിന്ന് സാഫത്തിന്റെ മകനായ ഏലീശയെ നിനക്ക് പകരം പ്രവാചകനാക്കണം. അപ്പൊ 2 രാജാവ് 1 പ്രവാചകനാക്കണം. അത് ചെയ്യേണ്ട ശുശ്രൂഷ ഇപ്പം പുള്ളി പറഞ്ഞു ഇറ്റ് ഈസ് ഇനഫ് എന്ന്. ഇതിനകത്ത് നിങ്ങളുടെ ദൂതൻ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കുറിച്ച് വെക്കണം. ഞാൻ ബലഹീനനായിരിക്കാം, പരിമിതി ഉണ്ടെന്ന് പറയാതിരിക്കാം, പക്ഷെ രാജ്യങ്ങൾ നമുക്ക് വേണ്ടി തുറക്കുകയാണ്. സ്തോത്രം. വേദികൾ നമുക്കായി തുറക്കുകയാണ്. ചില അന്തരീക്ഷത്തിൽ പോയി വിശുദ്ധ വചനം നെഞ്ചോട് ചേർത്ത് വെച്ച് സാക്ഷ്യവും ദൈവശബ്ദം പറയാനുള്ള വ്യക്തികളാണ് നാം. അങ്ങനത്തെ സാക്ഷ്യം വഹിക്കാൻ നമ്മുടെ തലമുറയെ കൊണ്ട് ദൈവം അങ്ങനെ പദ്ധതിയിട്ടിരിക്കുമ്പോൾ നാം ഇന്ന് രാത്രി പറയരുത് ആമ എനിക്ക് ഇവിടെ ആമ ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ സമയത്തെ ആമ വെട്ടി കുറയ്ക്കരുത് എന്ന് ഒരു അപേക്ഷ കൂടി ദൈവനാമത്തിൽ പറയുന്നു. ഇപ്പോൾ 2 രാജാവിനെയും തനിക്ക് ശേഷം എലീശയെ ആമ അഭിഷേകം ചെയ്യാൻ തക്കവണ്ണം ദൈവം നിയോഗിച്ചപ്പോഴാണ് മനസ്സിലായത് ആമയെ പണ്ടേ ഞാൻ മരിക്കാൻ കൊതിച്ച് മരിച്ചുവെങ്കിൽ ഇത്രയും ശുശ്രൂഷ ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇനി ആ വാക്ക് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. മരണം എന്ന പേര് തൻ്റെ മേൽ വരാതിരിക്കാൻ ദൈവം പണ്ടേ തൻ്റെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചു. ഏലീശയ്ക്ക് ഒരു ശവക്കോട്ട ഉണ്ടായിരുന്നു, പക്ഷെ ഏലിയാവിന് എന്തില്ല? ശവക്കോട്ടയില്ല. സ്തോത്രം ചെയ്താട്ടെ. ഒരു ആമയും പറഞ്ഞാണ്, ഉറക്കെ പറ. എനിക്ക് ആ നിയോഗം നന്നായിട്ട് ശുശ്രൂഷിക്കണമെന്നുണ്ട്, പക്ഷെ ഞാൻ നമുക്ക് വീണ്ടും രാവിലെ വരണമല്ലോ, അതുകൊണ്ട് ഞാൻ ആ ഭാഗം സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആമ ശവക്കോട്ടയെ പോകാത്ത ഏലിയാവ്, ശവക്കോട്ട കാണാത്ത ഏലിയാവ് തമ്പുരാൻ വാക്കാകുന്നു, കുഞ്ഞെ നീ 450 പ്രവാചകന്മാരെ വെട്ടി ദൂരെ കളഞ്ഞിട്ട് എൻ്റെ നാമത്തെ സ്ഥാപിക്കാം, നീ കൊടുത്ത വില എനിക്കറിയാം. കേട്ടോ ദൈവമക്കളെ, ഒന്നിന് പറയാം, ഒന്നിന് ഞാൻ പറയാം. ത്യാഗം സഹിച്ചതിനനുസരിച്ച്, കേട്ടോ അച്ഛാ, ത്യാഗം സഹിച്ചതിനനുസരിച്ച് ദൈവം ആദരിച്ചിട്ടേ നമ്മെ വിടത്തുള്ളൂ. ഒന്നുകൂടി ആവർത്തിക്കുമ്പോൾ ദൂരെടുത്തോണ്ടാം. ആമേൻ. നിങ്ങൾ എൻ്റെ നാമത്തിന് വേണ്ടി അനുഭവിച്ച ത്യാഗത്തിനും ഒറ്റപ്പെടലിനും വേദനയ്ക്കും ഭീതിക്കും തക്കവണ്ണമുള്ളൊരു മറുപടി വാങ്ങിയിട്ട് മാത്രമേ ഈ നാട്ടിൽ നിന്നും അക്കരെ നാട്ടിലോട്ട് അവ എടുക്കപ്പെടുകയുള്ളൂ. അതുവരെ ആമേൻ നമുക്ക് ആയുഷും ആരോഗ്യം ദൈവം കൂട്ടിത്തരുമെങ്കിൽ ഈ രാത്രി കരമടിച്ച് ആ വെളിപ്പാട് സ്വീകരിച്ചുകൊണ്ട് അവകാശം പ്രാപിച്ച് വിശേഷതകൾ പ്രാപിച്ച് വാഗ്ദത്തങ്ങൾ പ്രാപിച്ച് നിറവേറലൊക്കെ സംഭവിച്ച ശേഷം അവയെ മാത്രമേ ദൈവം ഈ ഭൂമിയിൽ നിന്ന് ദൈവരാജ്യ പ്രവേശനത്തിലേക്ക് എടുക്കയുള്ളൂ. അതുവരെയും ദൈവം നമ്മുടെ ആയുസ്സിനെയും ആരോഗ്യത്തെയും കർത്താവ് നീട്ടിത്തരും. പ്രൈസ് ഗോഡ്. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുമ്പോൾ നമുക്കറിയാം, ഏലിയാവിനെ ദൈവം എങ്ങനെ എടുത്തു? ചുഴലിക്കാറ്റിലാല് എടുത്തു, അല്ലേ? സ്തോത്രം. ആരെ ആക്കിയിട്ടാണ്? ഏലീശയെ തനിക്ക് പകരമാക്കിയിട്ടാണ് കർത്താവ്. ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ പ്ലാനിലേക്ക് ആ ട്രാക്കിന് നിന്നു കൊടുക്കാൻ മാത്രം മതി. ദൈവത്തെ ട്രാക്ക് നിന്നു കൊടുത്താൽ മതി. ബാക്കി ദൈവം എല്ലാം നന്നായിട്ട് എന്ത് ചെയ്യും? പറഞ്ഞ ദൈവം എല്ലാം നന്നായി ചെയ്യും. ഈ ദിവസങ്ങളിൽ ഞാൻ ദൈവസന്നിധി നന്ദിയോടെ സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ഞാൻ അവിടെ ഒരു വാക്ക് പറഞ്ഞു നിർത്തട്ടെ. ഇറ്റ് ഈസ് ഇനഫ്. എപ്പോഴും പറഞ്ഞു? പുതപ്പെടുത്ത് ഏലീശയ്ക്ക് ഇട്ട് കൊടുത്ത ശേഷമാണ് താൻ പറഞ്ഞത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇത് പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. പറഞ്ഞേ, ഇറ്റ് ഈസ്. എന്താ വാക്കിനർത്ഥം? എൻ്റെ ദൗത്യം കംപ്ലീറ്റ് ആയി. ഇപ്പോൾ പുതപ്പാരുകയില്ല. എൻ്റെ ചിന്തയിൽ
ഏലിയാവ് നോക്കിക്കൊണ്ട് ആകാശത്ത് നോക്കി നിൽക്കുന്നപ്പോൾ കുനിഞ്ഞ് ഏലിശ ആ പുതപ്പ് കയ്യിലെടുത്ത് യോർദാൻ്റെ അടുക്കൽ വന്ന് ആ യോർദാനെ വിഭാഗിക്കുന്ന കണ്ടപ്പോൾ പറയുകയാണ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. സ്വതന്ത്രം രക്തത്താൽ ജയം. ഇന്ന് രാത്രി ഞാൻ ആത്മാവ് പറയാം, മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, നമുക്ക് ശേഷം ചില കാര്യങ്ങൾ ചെയ്യേണ്ടവരാണ്. അവരാ കാര്യം ചെയ്യുന്നത് കണ്ടിട്ടേ നമ്മുടെ കണ്ണടയൂ. അങ്ങനെ പറ, ഉറക്കെ പറ. നമ്മൾ ആ ബാറ്റൻ അവരെ കൈ കൊടുത്ത് അവരാ കാര്യം ചെയ്യുന്നത് കണ്ടിട്ടേ കണ്ണടയൂ. എനിക്ക് ആ ദൂത് പറയാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ തലമുറകൾ ഞാൻ ചെയ്ത മിഷൻ ചെയ്യുന്നത് കണ്ടിട്ട് എൻ്റെ കണ്ണടയൂ. അത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞിട്ട് കരമൊന്നടിച്ച വെളിപ്പാട് ബോധ്യപ്പെട്ടവർ ആത്മാവിശ്വാസത്തെ പറ. എവിടെ നിന്ന് ഏലിയാവ്, അഡ്രസ് ഇല്ലാത്ത ഏലിയാവിന് അധികാരം കൊണ്ട് അഡ്രസ് ആക്കി മാറ്റി ഒരു തലമുറയെ വാർത്തെടുത്ത് ബാലിന്റെ കെട്ടുപൊട്ടിച്ച് അടുത്ത് കെട്ടുപൊട്ടിക്കാനുള്ള മനയിൽ ആമേ ശുശ്രൂഷ കൈമാറിയ ശേഷം ആമേ തന്റെ ദൗത്യം പൂർത്തിയാക്കി ദൈവ മരണം കൂടാതെ ദൈവരാജ്യ പ്രവേശനത്തിന് എടുക്കപ്പെടുവാടിയാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ആ രാത്രി സെക്ഷനിൽ നാം ഈ ദൂത് സ്വീകരിച്ചിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഉറക്കം നല്ല ഉറക്കമായിരിക്കും. പക്ഷെ 6:30 ഇവിടെ എത്തണമെന്നും ഞാൻ നിർബന്ധിക്കുകയാണ് സഹോദരാ. ഇന്നലെ ഉറങ്ങാത്തതിൻ്റെയൊക്കെ ദൈവം ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങും. ഉറക്കം എങ്ങനത്തെ ഉറക്കം എന്നറിയാമോ? പറ. സ്വപ്നവും ദർശനവും വെളിപ്പാടും കണ്ട് മാത്രമേ നിങ്ങൾ ഉറങ്ങത്തുള്ളൂ. സ്തോത്രം. എന്താ ഉറങ്ങാൻ കാരണം? അങ്ങനെ ഒരു ഉറക്കം ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? എൻ്റെ അഡ്രസ്സ് ഇല്ലാത്ത ജീവിതത്തെ ദൈവത്തിൻ്റെ അധികാരത്തെ എനിക്ക് അഡ്രസ്സ് തന്നു. എൻ്റെ മിഷൻസ് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത തലമുറയ്ക്ക് ബാറ്റൻ കൈമാറിയ ശേഷം മാത്രമേ കണ്ണടയൂ എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു ഹൃദയത്തിന് ഒത്തിരി ആവേശം തോന്നിയത് നമ്മുടെ വാക്തത്വമാണ്, നമ്മുടെ താല്പര്യമാണ്. അതുകൊണ്ട് നമുക്ക് നല്ല ഉറക്കം കിട്ടും. എനിക്ക് ഉറക്കം കിട്ടും, നിങ്ങൾക്ക് ഉറക്കം കിട്ടും, സകല വ്യക്തിക്ക് ഉറക്കം ദർശനം കിട്ടും. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. റിഗഡകൾ ശബ്ദരാധനാദന ഹദനബ ശബ്ദിരി എല്ലാം നാമം തുറന്ന എല്ലാ കരമടിക്കാം ഒരുമിച്ച് ആത്മാനിയോഗത്തോടെ. ആത്മാവിനെ സ്തോത്രം ചെയ്ത് പറയാ.